നമസ്കാരം. കേരള PSCയുടെ വിവിധ പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അൺഅക്കാഡമിയുടെ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസിലേക്ക് സ്വാഗതം. ഞാൻ ലിൻഡു അൽഫോൺസ് ജോയി. കഴിഞ്ഞ 4 വർഷക്കാലമായി മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇംഗ്ലീഷ് ഗ്രാമർ അധ്യാപികയും ഇന്റർപേഴ്സണൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ട്രെയിനറുമാണ്. ഈ യാത്രയിൽ ഞാനും നിങ്ങളോടൊപ്പം പങ്കുചേരുന്നു. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ് ടുഗെദർ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാം പഠിച്ചു വന്നത് പാർട്സ് ഓഫ് സ്പീച്ച് ആയിരുന്നു. അതിൽ പ്രധാനികളായ നൗൺ, അഡ്ജക്റ്റീവ് അവരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത്. അതിനു മുൻപായി, അടുത്ത ഒരാളെ പരിചയപ്പെടുത്തുന്നതിന് മുൻപായി നമുക്ക് അൺഅക്കാഡമി പ്ലാറ്റ്ഫോം വഴി ഒരു വിദ്യാർത്ഥിക്ക് എന്ത് മെച്ചമാണ് ലഭിക്കുന്നത് എന്ന് ഒന്നുകൂടി നോക്കാം. അതായത്, ഒരു ഫിസിക്കൽ ക്ലാസ് റൂമിൽ ഒരു വിദ്യാർത്ഥിക്ക് എപ്രകാരം തന്റെ അധ്യാപകനുമായി സംസാരിക്കുവാനും ആശയവിനിമയത്തിനും ഒപ്പം സംശയ നിവാരണത്തിനും അവസരമുണ്ടോ, അതുപോലെ തന്നെയാണ് അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിലൂടെ ഒരു വിദ്യാർത്ഥിക്ക് അധ്യാപകനുമായി സംസാരിക്കുവാൻ സാധിക്കുന്നത് എന്ന് മറക്കരുത്. രണ്ടാമതായി, ലൈവ് ടെസ്റ്റുകളിലൂടെയും അതുപോലെ ക്വിസുകളിലൂടെയും തന്റെ പ്രിപ്പറേഷന്റെ നിലവാരം എത്രത്തോളമാണ്, തനിക്ക് എത്രത്തോളം അറിവ് ലഭിച്ചു, ഇനി ഏതൊക്കെ ഫീൽഡിൽ താൻ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പ്രിപ്പറേഷൻ നടത്തണമെന്ന് ഒരു വിദ്യാർത്ഥിക്ക് നല്ലൊരു ഗൈഡ് ലൈൻ ഈ ഒരു അറ്റംപ്റ്റിലൂടെ ലഭിക്കും എന്നുള്ളതും വിദ്യാർത്ഥികൾ മറക്കരുത്. അടുത്തതായി പറയുവാനുള്ള കാര്യം, അൺഅക്കാഡമി പ്ലാറ്റ്ഫോം PSCയുടെ സിലബസ് മുഴുവനായി കവർ ചെയ്ത് ഉള്ള കോഴ്സുകളാണ് വിദ്യാർത്ഥികൾക്കായി നൽകുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇനി മറ്റൊരു കാര്യം, അൺലിമിറ്റഡ് ആക്സസ് ആണ്. അതായത്, ഒരിക്കൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ എല്ലാം ആക്സസ് ചെയ്യുവാനും ഒപ്പം റെക്കോർഡഡ് കോഴ്സ് കാണുവാനുമുള്ള അവസരമുണ്ട്. ഈ റെക്കോർഡഡ് കോഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുന്ന കോഴ്സുകൾ ഏത് സ്ഥലത്ത് വേണമെങ്കിലും വെച്ച് നമുക്ക് ആക്സസ് ചെയ്ത് കാണാൻ സാധിക്കും. ഒരു യാത്രയിലാകട്ടെ, നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഒരു ക്ലാസ് അത് നമുക്ക് കാണുവാനും, നമുക്ക് ഈ പറയുന്നത് പോലെ KSRTCയുടെ വിൻഡോ സീറ്റിന്റെ സൈഡിൽ ഇരുന്ന് ക്ലാസ്സുകൾ കേട്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചൊക്കെ പോകാൻ സാധിക്കും എന്നുള്ളത് മറക്കണ്ട. അതുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ എത്രയും പെട്ടെന്ന് ഉറപ്പാക്കുക. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, കൂടുതൽ അറിവ് നമുക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറന്നു പോകരുത്. അടുത്തതായി, നമുക്ക് പല എഡ്യൂക്കേറ്റേഴ്സ് ആണുള്ളത്. ഒരു വിദ്യാർത്ഥിക്ക് തനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേറ്ററെ ചൂസ് ചെയ്ത് ആ വ്യക്തിയുടെ ക്ലാസ്സുകൾ പഠിക്കുവാൻ, കേൾക്കുവാൻ അവസരം ഒരുക്കുകയാണ് അൺഅക്കാഡമി. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള അൺഅക്കാഡമി ടീം ഓഫ് അധ്യാപകരെ നൽകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒരു പ്രത്യേക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ബാച്ച് ഓഫ് അധ്യാപകർ വരുന്നു, ബാച്ച് ഓഫ് എഡ്യൂക്കേറ്റേഴ്സ് വരുന്നു, ക്ലാസ്സുകൾ എടുക്കുന്നു. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത്രയും പേരുടെ സേവനം, അത്രയും പേരുടെ അറിവാണ് ഒരു വിദ്യാർത്ഥിക്ക് അവിടെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നത് എന്ന് മറക്കരുത്. ഒപ്പം പല ലാംഗ്വേജുകളിൽ, പല ഭാഷകളിൽ, അതായത് ഏതാണ്ട് 12-ലധികം ഭാഷകളിൽ അൺഅക്കാഡമി ക്ലാസ്സുകൾ ലഭ്യമാണ് എന്നുള്ളത് മറന്നു പോകരുത്. ഒപ്പം PDF-കൾ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നോട്ട് സൂക്ഷിക്കുവാനും പ്രിപ്പറേഷന് കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കുവാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഷെഡ്യൂൾ ചെയ്യാൻ, നമുക്ക് ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്യുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്, ഒരു വിദ്യാർത്ഥി അയാൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയുള്ള ആള് ആണെങ്കിൽ അയാൾക്ക് ക്ലാസ്സുകൾ വൈകുന്നേരത്തേക്ക്, അതായത് ഈവനിങ് ശേഷം രാത്രിയോട് അടുക്കുമ്പോൾ ക്ലാസ്സുകൾ കാണാവുന്ന രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അതായത് വിദ്യാർത്ഥികളുടെ ആ ഒരു കൺവീനിയൻസിന് അനുസരിച്ച് അൺഅക്കാഡമി വാതിലുകൾ തുറന്നിടുന്നു എന്നുള്ളത് മറക്കരുത്. വാതിലുകൾ തുറന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുക, നമുക്ക് അറിവ് കൂടുതൽ നേടാം. അതുപോലെ തന്നെ ഒന്നിച്ച് വിജയത്തിലേക്ക് നടന്നു പോകുവാനും സാധിക്കും. കൂടാതെ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിലൂടെ ഒരു വിദ്യാർത്ഥിക്ക് തന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തു പോകുവാൻ സാധിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അധ്യാപകനുമായി ചോദിക്കാം, അധ്യാപകൻ ആ ഡൗട്ട് ക്ലിയർ ചെയ്തു പോകും. ആ ഒരു അവസരം ഫിസിക്കൽ ക്ലാസ് റൂമിലേതുപോലെ തന്നെ നമുക്ക് ലഭ്യമാണ് എന്ന് ഓർക്കുക. പ്രത്യേകിച്ചും COVID-19 ഭീതി നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മാക്സിമം പുറത്തേക്ക് പോകാതെ വീടിനുള്ളിൽ തന്നെ ഇരുന്ന് പഠിച്ച് നല്ലൊരു ജോലി നേടുക എന്നുള്ള നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റഫറൽ കോഡും മറന്നു പോകരുത്. നമുക്ക് അതേപറ്റി ഇപ്പോൾ പറയാം. അതായത് ഒരു വർഷത്തേക്കാണ് പ്രിപ്പറേഷൻ
നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ 9350 രൂപയാണ് സാധാരണഗതിയിൽ ആവുന്നത്. എന്നാൽ ലിൻഡു YT എന്ന നമ്മുടെ റെഫറൽ കോഡ് ഉപയോഗിച്ച് ആ റെഫറൽ കോഡ് ഉപയോഗിച്ചാണ് നിങ്ങൾ ക്ലാസുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 8415 രൂപയുടെ ഒരു ഓഫറാണ്. 10% ഡിസ്കൗണ്ടോട് കൂടി. എന്നാൽ 2 വർഷം കൊണ്ട് ഞാൻ ഈ ജോലി നേടും, അതിനായിട്ടാണ് എന്റെ പ്രിപ്പറേഷൻ എന്ന് മനസ്സിൽ കരുതിയ വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ലിൻഡു YT എന്ന കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 12,000 അതായത് 12,240 രൂപയാകും. എന്നാൽ കോഡ് അല്ലാതെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ 13,600 രൂപയാണ്. കോഡ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലിൻഡു YT എന്ന കോഡ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ടോട് കൂടി 12,240 രൂപ, 12,240 രൂപയ്ക്ക് ആ കോഴ്സ് നിങ്ങൾക്ക് നേടാൻ സാധിക്കുമെന്നുള്ളത് മറന്നു പോകരുത്. അപ്പോൾ ഓർക്കുക, ലെറ്റ്സ് ക്രാക്ക് ഇറ്റ് ടുഗദർ. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചു വന്നത് അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തു വന്നത് അങ്ങനെ പറയാല്ലേ, കാരണം നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങളുടെ തലച്ചോറിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിതറിക്കിടക്കുന്ന കുറെ കാര്യങ്ങളെ, കുറെ അറിവുകളെ നമ്മൾ ഇങ്ങനെ വലിച്ചെടുത്തോണ്ട് വരികയായിരുന്നു ഈ കുറച്ച് ദിവസങ്ങളിലായിട്ട്. അപ്പോ പാർട്സ് ഓഫ് സ്പീച്ച് നമ്മുടെ തലച്ചോറിൽ ഒരു വീട് പണിതു, ഒരു മാളിക പണിതു. ആ മാളികയുടെ ഉടമസ്ഥ ആരാണ്? ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ആ മാളികയുടെ പേര് നമ്മൾ ഇട്ടിരിക്കുന്നത് എന്താണ്? പാർട്സ് ഓഫ് സ്പീച്ച് എന്നാണ്. അതുപോലെ ഇംഗ്ലീഷ് ഭാഷയുടെ 8 മക്കൾ ആ ഒരു മാളികയിൽ താമസിക്കുന്നുണ്ട്. മൂത്ത മകനായ നൗൺ, രണ്ടാമത്തെ മകളായിട്ടുള്ള അഡ്ജക്റ്റീവ്, മൂന്നാമത്തെ മകനായിട്ടുള്ള പ്രനൗൺ, നാലാമത്തെ മകനായിട്ടുള്ള വെർബ്, അഞ്ചാമത്തെ മകളായിട്ടുള്ള അഡ്വർബ്, ആറാമത്തെ മകനായിട്ടുള്ള പ്രിപ്പോസിഷൻ, ഏഴാമത്തെ മകനായിട്ടുള്ള കൺജങ്ഷൻ, എട്ടാമത്തെ മകനായിട്ടുള്ള ഇന്റർജെക്ഷൻ. അങ്ങനെ അമ്മയുടെ 8 മക്കളെയും ആ മാളികയെയും നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ആ മാളികയിലേക്ക് പോയി കയറിയപ്പോ അമ്മ നമുക്ക് കാപ്പിയൊക്കെ തന്ന് നമ്മളെ സ്വീകരിച്ച് അവിടെ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, എന്റെ ആദ്യത്തെ മകനെ, എന്റെ മൂത്ത മകൻ ഇപ്പൊ വീട്ടിലുണ്ട്, അവനെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവനെ കണ്ടു. അവന് പല രൂപങ്ങളുണ്ട്, പല വേഷങ്ങളുണ്ട്, എല്ലാം നമ്മളെ കാണിച്ചല്ലേ. അതെല്ലാം നമ്മളെ കാണിച്ചു. അവൻ ആ കുപ്പായങ്ങളൊക്കെ എടുത്ത് അണിഞ്ഞ് നമ്മുടെ മുമ്പിൽ വരികയും ചെയ്തു. അപ്പോ നൗൺ നമ്മളോട് പറഞ്ഞ കാര്യം, ഞാൻ ഏത് വേഷത്തിൽ വന്നാലും എന്നെ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ നൗൺ മാസ്ക് വെച്ച് വന്നാലും ഷീൽഡ് വെച്ച് വന്നാലും നൗൺ ആരാണ് എന്ന് മനസ്സിലാക്കണം നമുക്ക്. അപ്പൊ നമുക്കറിയാം നൗണിന്റെ കുപ്പായമാണ് ഇത്, അല്ലെ? നൗണിന് പല രൂപങ്ങളുണ്ടെന്ന് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു. ആ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ഓടിപ്പോയി നോക്കിയിട്ട് വരണം, അറിയത്തില്ലെങ്കിൽ നമ്മുടെ മുൻപിലുള്ള ക്ലാസ്സുകളിലുണ്ട്. എല്ലാവർക്കും അറിയാം, ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും തലച്ചോറ് കിടപ്പുണ്ട്. നമ്മളത് പൊടി തട്ടി എടുക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാനൊരു ടോർച്ച് ഇവിടെ നിന്ന് അടിക്കുകയാണ്. അപ്പൊ ഇരുട്ടത്ത് കിടക്കുന്ന സാധനം ഒക്കെ പെട്ടെന്ന് പെറുക്കി എടുക്കണം കേട്ടോ. ഓക്കെ, നൈസ്. അപ്പൊ നമുക്ക് അതിനുശേഷം നൗൺ ചേട്ടൻ പറഞ്ഞു, ഞാൻ പോവാണ്, എനിക്ക് പുറത്തു പോകണം, തിരക്കുണ്ട്, അല്ലെ? കുറെ പേരൊക്കെ വന്ന് വിളിക്കുന്നുണ്ട്, കുറെ പേര് വന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, നൗൺ ചേട്ടൻ പുറത്തു പോയി. പിന്നെ നമ്മൾ കണ്ടത് ആരാ? നല്ല സുന്ദരിക്കുട്ടിയായിട്ടുള്ള അമ്മയുടെ രണ്ടാമത്തെ മോൾ. ആരാണത്? അഡ്ജക്റ്റീവ്, അല്ലെ? നമ്മൾ അഡ്ജക്റ്റീവിനെയാണ് കണ്ടത്. നല്ല സുന്ദരിക്കുട്ടിയാണ്, വയലറ്റ് ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നിരിപ്പുണ്ട്, അല്ലെ? നോക്കി, സ്ക്രീനിൽ നോക്കി, വയലറ്റ് ഉടുപ്പൊക്കെ ഇട്ട് അഡ്ജക്റ്റീവ് വന്നിരിക്കുകയാണ്. എന്നിട്ട് ഇവളുണ്ടല്ലോ ഈ നൗൺ ചേട്ടനെ ഇരുന്ന് അങ്ങ് പുകഴ്ത്താൻ തുടങ്ങി. ചില സമയത്ത് ചേട്ടന്റെ ആ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായില്ല എന്നും പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ തൊട്ടു മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതും കാണണം കേട്ടോ. ഇനി നോക്കുക, അഡ്ജക്റ്റീവ് ആരാണ് എന്ന് അമ്മ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അഡ്ജക്റ്റീവ് ആരാണെന്നാണ് അമ്മ പറഞ്ഞത്? ആ നൗണിനെ പറ്റി ഇൻഫർമേഷൻ പറഞ്ഞു തരുന്ന എന്റെ മോളാണ്, നൗണിന്റെ പെങ്ങളാണ്, ദേ നിങ്ങളുടെ മുമ്പിൽ ആ വയലറ്റ് കുപ്പായം ഇട്ട് വന്നിരിക്കുന്ന കുട്ടി എന്ന് അമ്മ പറഞ്ഞു. ദാ വന്നിരിക്കുന്നു, കണ്ടല്ലോ. എന്തിനാ അവള് വന്നിരിക്കുന്നത്? നമ്മുടെ നൗണിനെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അവള് വന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇവർക്കെല്ലാം പറയാനുണ്ട്. അത് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ആ കോഴ്സുകൾ, മെയിൻ ആയിട്ടുള്ള കോഴ്സുകൾ കാണുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഓരോ വിഷയത്തിലേക്കും ഇറങ്ങി പോകാം. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട്, അല്ലെ? ഡീറ്റെയിൽഡ് ആയിട്ട് പേഴ്സണൽ ആയിട്ടൊന്ന് നൗണിനെ നമുക്ക് കാണാം. അപ്പോൾ പക്ഷെ ഈ ഒരു മാസക്കാലം നമുക്ക് ഇവരെ ഒന്ന് കണ്ടുപോകാം. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ അവരെ പറ്റി അറിയാനുണ്ട്. അത് നമുക്ക് പേഴ്സണൽ ആയിട്ട്, അല്ലെ? ഈ റെഫറൽ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ പേഴ്സണൽ ആയിട്ട് അവരെ വന്ന് കാണണം, നൗണിനെ. ഓക്കെ,
പേഴ്സണൽ ആയിട്ട് പാർട്സ് ഓഫ് സ്പീച്ചിനെ വന്ന് കാണണം. റഫറൽ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പേഴ്സണൽ ആയിട്ട് നൗണിനെയും അഡ്ജക്റ്റീവിനെയും ഒക്കെ പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാവരും അത് ശ്രമിക്കണം. നന്നായിട്ട് പഠിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണിത്, ഓർക്കുക. ഓക്കെ, അഡ്ജക്റ്റീവ് അല്ലെ, നല്ല വയലറ്റ് കുപ്പായം ഇട്ട് അവൾ വന്നിരിപ്പുണ്ട്. അവള് എപ്പോഴും വാ തുറന്നാൽ ചേട്ടനെ കുറിച്ച് മാത്രമേ അവൾക്ക് സംസാരിക്കാനുള്ളൂ. ഈ ചേട്ടൻ ആരാന്ന് നമുക്കറിയാം, നൗൺ ചേട്ടൻ. നൗൺ ചേട്ടനെ പറ്റി മാത്രമാണ് ഇവൾക്ക് സംസാരിക്കാനുള്ളത്. ചേട്ടൻ നല്ല കുപ്പായം ഇട്ടാ പറയും ആ നല്ലതാണ്, ചേട്ടൻ മോശം കുപ്പായം ഇട്ടാ പറയും ആ അത് ശരിയായില്ല. അങ്ങനെ പറയുന്ന പെൺകുട്ടിയാണ് ഇവള്. ഉള്ളത് പോലെ അങ്ങ് പറയും. ഓക്കെ, മിടുക്കിയാണ്. ഇനി നമുക്ക് gives information about a noun. ഇൻഫർമേഷൻ നൽകുന്നു. ഡിസ്ക്രൈബ് സബ്ജക്ട് ആൻഡ് ഒബ്ജക്ട് അല്ലെ. സബ്ജക്റ്റും ഒബ്ജക്റ്റും ആരാന്നാ നമ്മൾ പഠിച്ചത്? സബ്ജക്റ്റും നൗൺ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റും നൗൺ ആണ്. ഓക്കെ, അപ്പൊ സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും മനസ്സിലാക്കി, അതായത് സബ്ജക്റ്റും ഒബ്ജക്റ്റും നൗൺ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി, ആ സബ്ജക്റ്റിനെയും ആ ഒബ്ജക്റ്റിനെയും വിശേഷിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്ന വ്യക്തിയാണ് അഡ്ജക്റ്റീവ്. കാരണം സബ്ജക്റ്റും ഒബ്ജക്റ്റും നൗൺ ആണ്. നമ്മൾ പഠിച്ചു സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും വിശേഷിപ്പിക്കുകയാണ് നമ്മുടെ പെങ്കൊച്ചിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു. പെങ്കൊച്ച് ആരാണ്? നമ്മുടെ അഡ്ജക്റ്റീവ്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. കഴിഞ്ഞ ദിവസം പഠിച്ചതൊന്ന് ജസ്റ്റ് റിക്ലക്ട് ചെയ്ത് ഓടിപ്പോയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അതായത് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി. പലതരത്തിൽ ഈ പെങ്കൊച്ച്, അതായത് അഡ്ജക്റ്റീവ് അവളുടെ ചേട്ടനെ വിശേഷിപ്പിക്കും. ചേട്ടന് എന്തെങ്കിലും ക്വാളിറ്റി ആണുള്ളതെങ്കിൽ ആ ക്വാളിറ്റി പറഞ്ഞിട്ട് അവൾ വിശേഷിപ്പിക്കും. ഇവിടെ ലേഡി, ഫ്ലവർ, ഹെയർ, കോഫി, കളർ, ബുക്ക്, ഡേ, ഇതെല്ലാം ചേട്ടനാ അല്ലെ, നൗൺ ചേട്ടനാണ്. ഈ കാണുന്ന എല്ലാം നൗൺ ചേട്ടനാണ്. ഈ നൗൺ ചേട്ടനെ ഈ പെങ്കൊച്ചുണ്ടല്ലോ ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പൊ പെങ്കൊച്ച് കൂടെ വന്നിരിക്കും. ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്, ഈ പെങ്കൊച്ച് പെട്ടെന്ന് ഒരു ഉടുപ്പ് എടുത്തിടും. ആ ഉടുപ്പിന്റെ പേരാണ് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി. ആ ഉടുപ്പിട്ട് അഡ്ജക്റ്റീവ് ഓടി വന്ന് ചേട്ടന്റെ കൂടെ ഇരിക്കും. അപ്പൊ ചേട്ടന്റെ ഗുണങ്ങളെ പറ്റിയിട്ടാണ് അവൾ എപ്പോഴും പറയുക. അപ്പൊ ഓർത്തോ, ചേട്ടന്റെ ഗുണങ്ങളെ പറ്റി പറയാൻ വേണ്ടി അവള് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി എന്ന കുപ്പായം എടുത്തിട്ടിട്ട് വന്ന് ചേട്ടന്റെ കൂടെ ഇരുന്നു. ചേട്ടന്റെ കൂടെ വന്നിരുന്നു. എവിടെയായിരുന്നെന്നൊന്ന് നോക്കിക്കോണേ. ഈ എക്സാമ്പിളുകളിലൊക്കെ ചേട്ടന്റെ ഏത് വശത്താണ് നമ്മുടെ പെങ്കൊച്ച് വന്നിരുന്നെന്ന് നോക്കിയേ. ലേഡി എന്ന് പറയുന്ന നൗൺ അതിന്റെ ആദ്യമാണ് അല്ലെ. ഈ ആദ്യ ഭാഗത്ത്, അതായത് നൗണിന് മുൻപ് എവിടെയാ വന്നിരുന്നത്? നൗണിന് മുൻപാണ് അഡ്ജക്റ്റീവ് വന്നിരുന്നത്. ഫ്ലവർ നൗണിന്, ഇത് നൗൺ അല്ലേ, നൗണിന് മുൻപാണ് അഡ്ജക്റ്റീവ് വന്നിരുന്നത്. ഹെയർ നൗൺ ആണ്, ചേട്ടന്റെ മുൻപിലാണ് അനിയത്തി അഡ്ജക്റ്റീവ് വന്നിരുന്നത്. താഴോട്ടും അങ്ങനെ തന്നെ നിങ്ങൾ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് സെയിം ആയിട്ടുള്ള കാര്യം മനസ്സിലാകും. അപ്പൊ ഈ ഇരിക്കുന്ന സ്ഥലം എവിടെയാണ് നമ്മുടെ അഡ്ജക്റ്റീവ് ഇരിക്കുന്നത് എന്ന് ഓരോ എക്സാമ്പിൾ കാണുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കി പോണം. ഓക്കെ, അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആണ് നമ്മൾ രണ്ടാമത് പഠിച്ചത്. അതും നോക്കിയേ. വാട്ടർ, ചെയർ, വാൻ, പീപ്പിൾ, ക്യാൻഡിൽസ്, വിമൻ, മെൻ, ഇതെല്ലാം അഡ്ജക്റ്റീവിന്റെ ചേട്ടനായിട്ടുള്ള നൗൺ ആണ്. പക്ഷേ ഇതെല്ലാം നമ്പറിനെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയെ അല്ലെങ്കിൽ അളവിനെയാണ് പ്രതിപാദിക്കുന്നത്. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ കണ്ടു. ഈ അളവിനെ പ്രതിപാദിക്കുന്ന സമയത്ത് അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി എന്ന കുപ്പായം എടുത്തിട്ടിട്ട് നമ്മുടെ അഡ്ജക്റ്റീവ് ഓടി വന്ന് ചേട്ടന്റെ മുൻപിൽ കയറിയിരിക്കും. ബിഫോർ, ചേട്ടൻ വരുന്നതിന് മുൻപ് അവള് കയറിയിരിക്കും ഒരു കസേരയിൽ. ഓക്കെ, ശ്രദ്ധിച്ചായിരുന്നല്ലോ അത്. ചേട്ടൻ ഇരിക്കുന്നതിന് മുമ്പ് ഒരു കസേര ഇട്ട് അവള് ചേട്ടന്റെ മുൻപിൽ കയറിയിരിക്കും. ചേട്ടൻ വരുന്നു, ചേട്ടൻ ഇവിടെ ഉണ്ട്, നൗണ്. ചേട്ടന് മുന്നേ ഒരു കസേര ഇട്ടിട്ട് അവൾ ഇരുന്നു, അഡ്ജക്റ്റീവ്. ഓക്കെ, പീപ്പിൾ ചേട്ടനാണ് അല്ലെ, നൗൺ ചേട്ടനാണ്. 1 million എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ, അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി, അങ്ങനെയുള്ള അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ, ഇത് ക്വാണ്ടിറ്റി ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ ആ കുപ്പായം എടുത്തിട്ട് അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി, അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ എന്ന കുപ്പായം എടുത്തിട്ടിട്ട് പുള്ളിക്കാരി ചേട്ടൻ നൗണിന്റെ തൊട്ടിപ്പുറത്ത് ആദ്യമേ കയറിയിരിക്കും. അപ്പൊ ചിലപ്പോ ഉണ്ടല്ലോ പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കുക, ഇത് സം വാട്ടർ എന്ന് പറയുന്നത് ഏത് അഡ്ജക്റ്റീവ് ആണ്? കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കളക്റ്റീവ് നൗണിനെ കണ്ടുപിടിക്കാൻ.
ചിലപ്പോൾ അഡ്ജക്റ്റീവിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദ്യം. ഈ താഴെ തന്നിരിക്കുന്ന പദസമൂഹത്തിൽ നിന്നും അഡ്ജക്റ്റീവിനെ കണ്ടെത്തുക എന്ന ചോദ്യങ്ങൾ കണ്ടു. അപ്പൊ ഇത് ഏത് അഡ്ജക്റ്റീവ് ആണെന്ന് ചിലപ്പോ PS ചോദിച്ചാലോ? PS പോട്ടെ, ഏത് അഡ്ജക്റ്റീവ് ആണെന്നൊരു ചോദ്യം എവിടെ കണ്ടാലും നമ്മൾ ഉത്തരം എഴുതണമല്ലോ. PS മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വരും. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ PS കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് ആ ചോദ്യങ്ങൾ ഇല്ല എന്ന് ആരും കരുതരുത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്, അതിനെ നമ്മൾ കുടിക്കിട്ട് പിടിക്കണം. അപ്പൊ നോക്കുക, സം വാട്ടർ. അപ്പൊ ഇത് ആ അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആണെന്ന് പെട്ടെന്ന് തലേ കയറണം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ ആണ്. അത് നമ്മൾ മുമ്പേ പറഞ്ഞത് തന്നെയാ, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്, ദിസ് ബോയ് ഈസ് ബ്രേവ്, that girl is strange, I hate such things. ഇന്നലെ പറഞ്ഞ പോലെ അത് ഒരു ഡെമോൺസ്ട്രേറ്റ്, ഇത് നല്ലതാണ്, അത് നല്ലതാണ്, ആ പെൺകൊച്ച് നല്ലതാണ്, ആ പെൺകൊച്ച് സ്ട്രേഞ്ച് ആണ്, അങ്ങനെയൊക്കെ പറയുക അല്ലെ. അപ്പോഴും നോക്കിയേ സംഭവിച്ചെന്താ? ഞാൻ ഈ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ടൈമിൽ പറയുന്നത് ശ്രദ്ധിക്കണം. ഈ ബോയ് എന്ന് പറയുന്ന നൗൺ അതിന് ശേഷമാണ് നമ്മുടെ അഡ്ജക്റ്റീവ് വന്നിരുന്നത്. ശ്രദ്ധിച്ചില്ലേ? ഇവിടെ നോക്ക്, അതായത് ദിസ് ബോയ് അല്ലെ, ഈ ബോയ് ഈ ബോയ് എങ്ങനെയാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഡിമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. ഈ ബോയ് എന്നുള്ള നൗണിനെ ഒന്ന് ഡിമോൺസ്ട്രേറ്റ് ചെയ്യാൻ, അത് എപ്രകാരമുള്ളതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്ന അഡ്ജക്റ്റീവ് ഇവിടെ ഇരുന്നു. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന കുപ്പായം എടുത്തിട്ട് ആ പെൺകൊച്ച് ഇവിടെ വന്നിരുന്നു. എവിടെയാ വന്നിരുന്നത്? ഇപ്രാവശ്യം ചേട്ടനെ ആദ്യം ഇരുത്തിയിട്ട് അല്ലെ, നൗണിനെ ആദ്യം ഇരുത്തി, ഫസ്റ്റ് അടിച്ചു നൗൺ. ഓക്കെ, നൗണിനെ ആദ്യം ഇരുത്തിയിട്ട് പാവം നൗണിന് ശേഷമാണ് നമ്മുടെ അഡ്ജക്റ്റീവ് വന്നിരുന്നത്. നടുക്കൊരു പുള്ളിക്കാരൻ ഇരിപ്പുണ്ട്. ഇതാരാണോ എന്തോ, നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. ഒന്ന്, ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കണ്ടത് നൗണിന് മുൻപ് ആദ്യം അഡ്ജക്റ്റീവ് കയറിയിരിക്കുന്നു ഇരിപ്പിടത്തില്, പിന്നെ നൗൺ ഇരിക്കുന്നു. രണ്ടാമത് കണ്ടത് ആദ്യം നൗൺ ഇരുന്നിട്ട് പിന്നെ അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നു, നടുക്കൊരു കക്ഷി അവിടെ ഇരിക്കുന്നു. ഇത്രയും കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ശ്രദ്ധിച്ചു. ഓക്കെ, അടുത്ത എംഫസൈസിങ് അഡ്ജക്റ്റീവ്, അതൊരു എംഫസിസ് കൊടുക്കാനാണ്. ഓൺ ഹോം എന്നുള്ളതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. അതൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ മുൻപിലത്തെ ക്ലാസ് ഒന്ന് ഓടിച്ച് കാണുക, ഒന്ന് മനസ്സിലാക്കുക. കണ്ടവർ ഒന്നുകൂടി കാണുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ. അല്ലാത്തവരൊന്ന് ശ്രദ്ധിച്ച് ആദ്യത്തെ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ഇത് കാണുക. അപ്പോഴായിരിക്കും ആ ബേസ് കിട്ടുക അല്ലെ. നമ്മൾ ആദ്യമേ ഒരു പടി പണിതിട്ടാണ് അടുത്ത പടി പണിയുന്നത്. അല്ലാതെ 2 പടി ഇട്ടിട്ട് മൂന്നാമതൊരു പടി ഓടിപ്പോയി പണിത് കഴിഞ്ഞാൽ നമുക്ക് ചാടിക്കയറാൻ പറ്റില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ആദ്യത്തെ പടി നന്നായിട്ട് ശരിയാക്കി നല്ല ബേസ്, ഉറപ്പുള്ള ബേസ് ആക്കിയിട്ട് പിന്നെ കയറി പോവാം നമുക്ക് കേട്ടോ. ഇനി അടുത്ത എക്സ്ക്ലമേറ്ററി അഡ്ജക്റ്റീവ് ആണ്. അത് നമുക്കറിയാം, എക്സ്ക്ലമേറ്ററി മാർക്സ് ഉണ്ടാവും അതിന്റെ കൂടെ. വാട്ട് എ പീസ് ഓഫ് വർക്ക് അല്ലെ, എന്നാ നല്ലൊരു വർക്കാണ് എന്നൊക്കെ പറയുന്നതാണ്. അതേപോലെ അഡ്ജക്റ്റീവ്സ് ഓഫ് ഒറിജിൻ നമ്മൾ നോക്കി. ഇന്ത്യൻ സയന്റിസ്റ്റ് എക്സാമ്പിൾ ആണ്. ലെതർ ജാക്കറ്റ്, എന്തിൽ നിന്നാണ് ജാക്കറ്റ് ഉണ്ടാക്കിയത്, എന്തിൽ നിന്നാണ് കോയിൻ ഉണ്ടാക്കിയത്, എന്തിൽ നിന്നാണ് ഫർണിച്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അതേപോലെ അഡ്ജക്റ്റീവ് ഓഫ് കളർ, ഏത് കളറാണ് അഡ്ജക്റ്റീവ് ഓഫ് കളർ എന്ന കുപ്പായം അണിഞ്ഞ് നമ്മുടെ അഡ്ജക്റ്റീവ് അല്ലെ ഏത് കളറാണ്? ബ്ലൂ ആണ്. പെൻ എന്ന് പറയുന്ന ബ്ലൂ ഇങ്ക് ആണ്. അപ്പൊ പെൻ എന്ന് പറയുന്ന നമ്മുടെ നൗണിന് മുൻപ് വന്നിരുന്നു. റെഡ് ആണ്, റോസസ് നൗൺ ആണ്. റെഡ് എന്ന അഡ്ജക്റ്റീവ് ഓഫ് കളർ എന്ന് പറയുന്ന കുപ്പായം എടുത്തിട്ടിട്ട് ആദ്യം വന്നിരുന്നു. ഈ ആദ്യം ഇരുന്നതും രണ്ടാമതിരുന്നതും നടുക്കൊരു കക്ഷിയെ ഇരുത്തിയതും നമ്മളൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഓടിപ്പോയിട്ട് തിരികെ വന്നത്. ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് നമുക്കറിയാം. ഹൂസ് സിസ്റ്റർ, വിച്ച് വേ, വാട്ട് കളർ, അതൊക്കെയാണ് നമുക്കറിയാലോ. അത് കൂടുതലായി നമുക്ക് ചർച്ച ചെയ്യേണ്ട. അഡ്ജക്റ്റീവ് ഓഫ് കളർ നമ്മൾ നോക്കി. ഇനി സം അതർ അഡ്ജക്റ്റീവ്സ് ഇവിടെ ശ്രദ്ധിച്ചേ. എ ബ്രോക്കൺ കപ്പ്, ഇതൊരു ഒബ്സർവേഷൻ ആണ്. ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് പറയണം. അപ്പൊ അഡ്ജക്റ്റീവ് അവിടെ എന്നാ ചെയ്തു? ചേട്ടൻ അവിടെ ഇച്ചിരി പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അഡ്ജക്റ്റീവ് അതല്ലേ ഇവിടെ ചെയ്തത്. ചേട്ടൻ വന്നിരുന്നു അല്ലെ, ഒരു കപ്പ്, ഇതാ കാണാമോ, ഒരു കപ്പ് വന്നിരുന്നു. അപ്പോ അഡ്ജക്റ്റീവ് സൂക്ഷിച്ചു നോക്കി. കപ്പ് നൗണാന്ന് നമുക്കറിയാം അല്ലെ, പേരല്ലേ, ആ സാധനത്തിന്റെ പേരല്ലേ, നൗണാണെന്ന് നമുക്കറിയാം. അഡ്ജക്റ്റീവിന്റെ മുമ്പിലാണ് വന്നിരുന്നത്. അവള് സൂക്ഷിച്ചു നോക്കിയപ്പോ ചേട്ടൻ പൊട്ടിയിരിക്കുന്നു. അപ്പൊ അവൾ പറഞ്ഞു, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് അഡ്ജക്റ്റീവ് ഓഫ് ഒബ്സർവേഷൻ എന്നൊരു കുപ്പായം എടുത്തിട്ടു. എന്നിട്ട് ഓടി വന്ന് നോക്കിയപ്പോ ചേട്ടൻ പൊട്ടിയിരിക്കുന്നു. ക്വാളിറ്റി എന്നുള്ളതിൽ നമുക്കിത് പറയാം കേട്ടോ.
അപ്പൊ ചെറുതായിട്ട് ഓർത്തിരുന്നാൽ മതി. ഒബ്സർവേഷൻ, ഒരു ഒബ്സർവ് ചെയ്യുകയാണ് അവിടെ ചെയ്തത് അഡ്ജക്റ്റീവ്. അപ്പൊ അത് ടൈപ്പ് ഓഫ് ആ ഒരു ടൈപ്പിൽ ചാടി അതിനെ എഴുതൊന്നും വേണ്ട. ആ ഒരു ക്വാളിറ്റിയാണ് അവിടെ പറഞ്ഞത്. എന്ത് തരത്തിലുള്ളതാണ്? പൊട്ടിയ കപ്പ് എന്ന് നമുക്ക് പറയാം. പക്ഷെ ആ ഒരു ഒബ്സർവേഷൻ അത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. അതേപോലെ എ കോഫി പോട്ട് സ്പെസിഫൈ ചെയ്യാണ് അല്ലെ. ഇവിടെ സംഭവിച്ചത് എന്താ? ഒരു സ്പെസിഫിക്കേഷൻ ആണ്. എന്ത് പോട്ടാ അത്? ഒരുപാട് പോട്ട് കാണും, പക്ഷെ ഇത് കോഫി ഒഴിച്ചു വെക്കുന്ന പോട്ടാണ്. എ പ്ലേ ഗ്രൗണ്ട്, കുറെ ഗ്രൗണ്ട് കാണും, അതിൽ പ്ലേ ഗ്രൗണ്ട് ആണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നു. അപ്പൊ സ്പെസിഫൈ ചെയ്തും അഡ്ജക്റ്റീവ് പറയുന്നുണ്ട് പലയിടത്തും. ഇനി ഇതിനകത്തുനിന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ, അഡ്ജക്റ്റീവ്സിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ. അഡ്ജക്റ്റീവ്സിനെ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ഒന്ന് പെട്ടെന്ന് നോക്കിക്കേ, അഡ്ജക്റ്റീവ്സിനെ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന്. എന്തൊക്കെയാണ്? ഡാർക്ക്, രവി, ബോയ്, small, pretty. Okay, dark, Ravi, boy, small, pretty. ഇതിൽ നിന്ന് നമുക്ക് അഡ്ജക്റ്റീവിനെ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? രവി വരുവോ? മനസ്സിൽ പറഞ്ഞേ. രവി വരത്തില്ല. രവി ആരാ? നൗൺ ആണ്. ബോയ് വരുവോ? ബോയ് കോമൺ നൗൺ അല്ലേ? കഴിഞ്ഞ ദിവസം പഠിച്ചതൊക്കെ റിക്കളക്ട് ചെയ്യണം കേട്ടോ. ബോയ് കോമൺ നൗൺ ആണ്. കാരണം ബോയ് നമുക്ക് ബോയ് ആയിട്ടുള്ള ആര് വേണമെങ്കിലും വിളിക്കാം, ബോയ്. അപ്പൊ കോമൺ നൗൺ ആണ്. ഓക്കെ, കോമൺ നൗൺ ആണ്. സ്മോൾ, സ്മോൾ, അഡ്ജക്റ്റീവ്. ഡാർക്ക്, അഡ്ജക്റ്റീവ്. pretty, obviously അതും എന്താണ്? അഡ്ജക്റ്റീവ്. യു ആർ കറക്റ്റ്. നിങ്ങൾ ശരിയാണ്. നിങ്ങൾക്കറിയാം ഉത്തരം. കണ്ടോ, പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ പതുക്കെ പെറുക്കി എടുത്തോണ്ട് വന്നപ്പോ നിങ്ങൾക്ക് ഉത്തരം അറിയാൻ പറ്റുന്നുണ്ടല്ലോ. അതിനർത്ഥം എന്താ? നിങ്ങൾക്ക് ഒരു ടോർച്ചിന്റെ ആവശ്യമായിരുന്നു വേണ്ടത്. ജസ്റ്റ് ഒന്ന് വെട്ടം വീശി കൊടുത്താൽ മതി നിങ്ങൾക്ക്, അല്ലെ വെട്ടം ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി, നിങ്ങൾ പെട്ടെന്ന് പോയി പെറുക്കിക്കൊണ്ട് വരും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും മിടുക്കരാണ്, നമ്മൾ എല്ലാവരും മിടുക്കരാണ്, നമ്മൾ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. നമുക്ക് ജോലി കിട്ടാൻ, നമുക്ക് ഭാഷ പഠിക്കാൻ എല്ലാം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ ഉണ്ടല്ലോ, PSC-ക്കൊക്കെ ചോദ്യം ചോദിക്കും. PSC-ക്ക് മുൻകാല ചോദ്യങ്ങളിൽ അഡ്ജക്റ്റീവിനെ കണ്ടെത്തുക, ഫൈൻഡ് ഔട്ട് അഡ്ജക്റ്റീവ്സ്. കണ്ടെത്താലോ? ഒരെണ്ണമൊക്കെ കാണുള്ളൂ ചിലപ്പോ. ഓക്കെ, അപ്പൊ അഡ്ജക്റ്റീവ്സിനെ കണ്ടെത്താൻ ഇനി പഠിച്ചല്ലോ. നൗണിനെ കണ്ടെത്താൻ നിങ്ങൾ പഠിച്ചല്ലോ. കളക്റ്റീവ് നൗണിനെയും കോമൺ നൗണിനെയും പ്രോപ്പർ നൗണിനെയും മെറ്റീരിയൽ നൗണിനെയും അബ്സ്ട്രാക്ട് നൗണിനെയും ഒക്കെ തെരഞ്ഞു പിടിച്ച് ചോദ്യം ചോദിച്ച ആളുടെ മുൻപിൽ കൊണ്ടുവയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുമല്ലോ. ആ കോൺഫിഡൻസ് ആണ് വേണ്ടത്. ഓക്കെ, ഇനി ദ പൊസിഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ്. ഇതിലേക്ക് വരാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അല്ലെ. പൊളഞ്ഞ് അല്ലെ, കുറെ വളഞ്ഞു പോയി നമ്മൾ. കാരണം എന്താ? നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു ബേസ് കൊടുക്കണം. അതിനായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ത്രൂ പ്രാക്ടീസ്, നമുക്ക് ഹാർഡ് വർക്കും പ്രാക്ടീസും ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നേടാൻ സാധിക്കും. എന്ത് ലക്ഷ്യമാണോ നമുക്കുള്ളത് അത് നമ്മുടെ ഹാർഡ് വർക്കും പ്രാക്ടീസും വഴി നേടാൻ സാധിക്കും. അപ്പൊ നോക്കുക സ്ക്രീനിലേക്ക്. ദ പൊസിഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നൗൺ ഇവിടെ വന്നിരുന്നു, നൗണിന് മുന്നേ കയറി, നൗൺ വരുന്നതിന് മുൻപ് കയറി, അഡ്ജക്റ്റീവ് ഇരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അത് ഒരു പൊസിഷൻ, നൗണിന്റെ ഒരു പൊസിഷൻ. അതിനുശേഷം നൗൺ ആദ്യം ഇരുന്നു, പിന്നെ നമ്മുടെ അഡ്ജക്റ്റീവ് ഇരുന്നു. അപ്പോഴാണ് നമ്മൾ ഇടയ്ക്ക് ഒരു കക്ഷിയെ കണ്ടത്. ആര് പാട്ടെ, ഇടയ്ക്കൊരു കക്ഷിയെ കണ്ടു. അത് രണ്ടാമത്തെ പൊസിഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ സെന്റൻസുകള് വായിക്കുമ്പോൾ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് പഠിക്കാനുള്ള നോട്ടുകൾ വായിക്കുമ്പോൾ, നമ്മൾ വായിക്കുന്ന പത്രങ്ങൾ വായിക്കുമ്പോൾ, ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ ആ പത്രങ്ങൾ വായിക്കുമ്പോൾ, നോവൽസ് വായിക്കുമ്പോൾ, ഷോർട്ട് സ്റ്റോറീസ് വായിക്കുമ്പോൾ, എസ്സേസ് വായിക്കുമ്പോൾ, മാഗസിൻസ് വായിക്കുമ്പോൾ, ആ പാരഗ്രാഫിൽ നിന്നും ആ സെന്റൻസിൽ നിന്നും കണ്ടുപിടിക്കണം, ഈ സെന്റൻസിലെ നൗൺ ഇതാണ്, ഈ സെന്റൻസിലെ കോമൺ നൗൺ ഇതാണ്, ഈ സെന്റൻസിലെ അഡ്ജക്റ്റീവ് ഇതാണ്, ഈ അഡ്ജക്റ്റീവ് നൗൺ വന്നതിന് ശേഷമാണോ നൗണിന് മുൻപാണോ വന്നിരുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോ ഒന്നാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ നൗണിന് മുൻപാണ്. രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ പൊസിഷൻ എവിടെയാണ് എന്നാ ഞാൻ പറഞ്ഞത്? നൗണിന്
ശേഷം, നൗണിന് ശേഷം ചില ആളുകൾക്കും ശേഷമാണ്, ഈ നടുക്കത്തെ ആൾക്കും ശേഷമാണ് അല്ലെ, നടുക്കത്തെ വ്യക്തിക്കും ശേഷമാണ് രണ്ടാമത്തെ പൊസിഷൻ വരുന്നത്. അപ്പോ ഈ അഡ്ജക്റ്റീവിന്റെ പൊസിഷൻ, നമ്മൾ അഡ്ജക്റ്റീവിനെ കൊണ്ട് വെക്കുന്ന അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് സ്വയം ചാടിക്കേറി ഇരിക്കുന്ന രണ്ട് പൊസിഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? അങ്ങനെ ഇരിക്കാവോ എന്ന് പറഞ്ഞേക്കുവാ. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് പഠിക്കാനുണ്ട്, അത് പിന്നീട് നമ്മൾ പഠിക്കും. മെയിൻ ആയിട്ടും രണ്ട് പൊസിഷൻസ് ആണ്. ഒന്ന് പ്രെഡിക്കേറ്റീവ് പൊസിഷൻ. എന്താണ്? പ്രെഡിക്കേറ്റീവ് പൊസിഷൻ, ഓർത്ത് വെച്ചോണം. രണ്ടാമത്തേതാണ് ആട്രിബ്യൂട്ടീവ് പൊസിഷൻ. ഓക്കെ, അപ്പോ അഡ്ജക്റ്റീവിന് രണ്ട് പൊസിഷൻ ആണുള്ളത്. ഒന്ന് പ്രെഡിക്കേറ്റീവ് പൊസിഷൻ, രണ്ട് ആട്രിബ്യൂട്ടീവ് പൊസിഷൻ. മനസ്സിലാവുന്നുണ്ടോ? ആ രണ്ട് പൊസിഷനിലെ നമ്മുടെ അഡ്ജക്റ്റീവ് ഇരിക്കാറുള്ളൂ. പക്ഷെ അഡ്ജക്റ്റീവ് ചില സന്ദർഭങ്ങളിൽ വേറെ പൊസിഷനിൽ പോകാറുണ്ട്. അതെന്താണെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം അല്ലെ. ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് പഠിക്കാം. ആട്രിബ്യൂട്ടീവ് പൊസിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. Adjectives must be positioned before a noun. ഒന്നുകൂടി വായിച്ചേ. Adjectives must be positioned before a noun. Noun ഇവിടെ ഉണ്ടാവും, പക്ഷേ adjective വന്നിരിക്കുന്നത് nounന് മുൻപിലായിരിക്കണം. അതാണ് ആ പൊസിഷൻ. ഓക്കെ, നോക്കുക. The red rose smells good. ഇവിടെ adjective, noun ഏതാണ്? റോസ് ആണ് അല്ലെ, റോസ് ആണ്. adjective ഏതാണ്? റെഡ്. റൂള് ശരിയല്ലേ? പൊസിഷൻ കറക്റ്റ് അല്ലേ? noun ഇവിടെ വന്നു, പക്ഷെ adjective ഇവിടെ വന്നു. നൗണിന് തൊട്ട് മുൻപ് adjective വന്നു. അപ്പൊ പൊസിഷൻ മനസ്സിലായല്ലോ? സംശയമുണ്ടോ? ആട്രിബ്യൂട്ടീവ് പൊസിഷൻ എന്താണെന്ന് മനസ്സിലായോ? നൗൺ ഇവിടെ വരും, പക്ഷെ adjective അതിന് തൊട്ട് മുൻപ് വരുള്ളൂ. നോക്കിയേ, ബ്ലൂ പെൻ അല്ലെ, പെൻ എടുത്തേ. ആ ബ്ലൂ പെൻ എന്നുള്ള വാക്കെടുത്തിട്ട് പെൻ, പെൻ, പെന്നിന് മുൻപ് ബ്ലൂ എന്ന് ചേർത്തു. ഓക്കെ, ബ്ലൂ പെൻ. ദ എങ്ങനെ ചേർക്കണം, ദാറ്റ് എങ്ങനെ ചേർക്കണം എന്നൊക്കെ ഉള്ള റൂള് നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് മോഡിഫയേഴ്സ്, അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ദ ചേർക്കണത്, ദി ചേർക്കണത്, ദീസ് ചേർക്കണത് എന്നൊക്കെ നമ്മൾ ഡിറ്റർമിനേഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡിറ്റർമിനേഴ്സിൽ ആ ക്ലാസ്സുകൾ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, കേൾക്കണം കേട്ടോ. ബ്ലൂ പെൻ, പെൻ എന്ന് പറയുന്ന നൗണ് രണ്ടാമതാണ് വന്നത്, പക്ഷേ ബ്ലൂ എന്ന് പറയുന്ന adjective ആദ്യം വന്നു. അപ്പോ നമ്മൾ പറഞ്ഞിരിക്കുന്ന റൂൾ ശരിയല്ലേ എന്ന് നോക്കിയേ. Adjectives blue must be positioned before a noun. Before pen അല്ലെ, pen. Blue must be placed before pen എന്നല്ലേ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെയല്ലേ ചെയ്തേക്കുന്നേ? പെന്നിന്റെ മുൻപിലല്ലേ ബ്ലൂ വന്നിരിക്കുന്നത്? അതെ, adjectiveനെ nounന് മുൻപ് നമ്മൾ കൊണ്ടുവച്ചു. I need a green apple. Apple എന്ന് പറയുന്ന അല്ലെ noun. ആ nounന്റെ മുൻപിൽ തന്നെയാണ് ആര് വന്നിരിക്കുന്നത്? adjective ആയിട്ടുള്ള green വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ റൂൾ ഇവിടെ ഓക്കെ അല്ലേ? റൂള് ശരിയായിട്ട് പോകുന്നുണ്ടല്ലോ. ആ റൂള് നമ്മൾ എഴുതുമ്പോഴും നമ്മൾ പരീക്ഷയ്ക്ക് ഉത്തരങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ഇങ്ങനെ എഴുതാൻ പാടില്ല. The rose red smells good. The pen blue needs a cap. I need an apple green. I need an apple green. ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാണ്. The red rose smells, നമ്മൾ വിചാരിക്കും റോസ് ഇവിടെ കിടക്കട്ടെ, noun അല്ലേ, nounന് ശേഷം നമുക്ക് കൊണ്ടുപോയി ആ adjectiveനെ വെക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂളിനെതിരാണ്, നേരത്തെ പറഞ്ഞ റൂളിന്. That pen, pen എന്ന് പറയുന്ന നമ്മുടെ nounന് ശേഷം നമ്മൾ കളറിനെ, അത് ഏത് തരത്തിലുള്ളതാണ് നമ്മുടെ adjective പറയും, അതിനെ കൊണ്ടുവന്ന് രണ്ടാമത് വെച്ച് കഴിഞ്ഞാൽ, അതായത് nounന് ശേഷം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതും തെറ്റാണ്. ഇനി അടുത്ത് നോക്കിയേ,
I need an apple എന്നുള്ളതിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? I need an apple green. എന്തായിരുന്നു ശരിക്കും എഴുതേണ്ടത്? ഗ്രീൻ ആപ്പിൾ എന്നായിരുന്നു എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നൗണിനെ വെച്ചിട്ട് അവസാനം കൊണ്ടുപോയി എഴുതാനായിട്ട് പാടില്ല. അപ്പൊ ശ്രദ്ധിച്ചു, ഇതിന് ഇടയ്ക്ക് ഈസും വാസും അങ്ങനെയുള്ള ഒന്നുമില്ല അല്ലെ, ജസ്റ്റ് ഇങ്ങനെയേ ഉള്ളൂ. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലിങ്കിങ് വെർബ് ഒക്കെ നമ്മൾ നമ്മുടെ പ്ലസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ റെഫറൽ കോഡ് വെച്ചിട്ടുള്ള കോഴ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതൊന്നും അല്ല, ഇതിലും അപ്പുറത്തേക്ക് പഠിക്കാനുണ്ട്. ഒരു സാഗരം പോലെ കിടക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ആ കരയിലിരുന്ന് തിരമാലയിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ നോക്കിയിട്ടേ ഉള്ളൂ. ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇതിങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഫുൾ മാർക്ക് നമ്മുടെ എക്സാമിന് വാങ്ങാൻ സാധിക്കും. അത് മാത്രമല്ല, നമ്മൾ സംസാരിക്കുമ്പോൾ എഴുതുമ്പോൾ ഒക്കെ നമുക്ക് നല്ല മാർക്കുകൾ നേടാൻ സാധിക്കും. എഴുതുമ്പോൾ പ്രത്യേകിച്ച്. ഓക്കെ, മെയിൻസ് സബ്ജക്റ്റിന്റെ ഒക്കെ എക്സാംസ് വരുമല്ലോ, റിട്ടേൺ എക്സാംസ് ഒക്കെ വരുന്ന സമയത്തൊക്കെ നമുക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഒന്നും നമ്മുടെ ആൻസേഴ്സ് ഉണ്ടാവത്തില്ല. അതേപോലെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ഇവയെ കണ്ടുപിടിച്ച് പോകാനും പറ്റും. ആ രണ്ട് രീതിയിലും ക്ലാസ്സിനെ കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി റെഫറൽ കോഡ് ആരും മറന്നു പോകരുത്. അപ്പോ അതിലേക്ക് നിങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് predicative possession. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ തന്നായിരുന്നല്ലോ. She eats apple. She is eating orange. ഇവിടെ predicate ആണ് ബാക്കിയുള്ളത്. അതായത് സബ്ജക്റ്റ് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ളത് പ്രെഡിക്കേറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, സബ്ജക്റ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം പ്രെഡിക്കേറ്റ് ആണ്. ആ പ്രെഡിക്കേറ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള് വെർബ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പ്രെഡിക്കേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്നത് adjectives must be positioned after linking verbs. ശ്രദ്ധിച്ചേ, adjectives must be positioned after linking verbs. linking verb എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സബ്ജക്റ്റിനെയും പ്രഡിക്കേറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഇടയ്ക്ക് നിൽക്കുന്ന കക്ഷികൾ. സബ്ജക്റ്റിനെയും പ്രഡിക്കേറ്റിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് സബ്ജക്റ്റിന് ഒരു വാല്യൂ കൊടുക്കാൻ. സബ്ജക്റ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, സബ്ജക്റ്റ് ആരോട് എന്ത് ചെയ്തു, സബ്ജക്റ്റ് എന്ത് വർക്കാണ് ചെയ്തത്, സബ്ജക്റ്റിന്റെ പ്രത്യേകത എന്താണ് അല്ലെ, അതെല്ലാം വിളിച്ചു പറയാൻ വേണ്ടി ഇവിടെ നിൽക്കുന്ന ഇടയ്ക്ക് നിൽക്കുന്ന നമ്മുടെ പ്രെഡിക്കേറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന, സബ്ജക്റ്റിനെ ബന്ധിപ്പിക്കുന്ന, ഇടയ്ക്ക് അതെല്ലാം പറഞ്ഞ് സബ്ജക്റ്റിനെ ഒന്ന് സോപ്പിടുന്ന കക്ഷികളാണ് നമ്മുടെ ലിങ്കിങ് വെർബുകൾ. അവരെ പറ്റി നമ്മൾ വെർബ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുവാനും കൂടുതൽ ക്ലാസ്സുകളിൽ കൂടുതൽ കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അറിയുവാനും നമ്മുടെ കോഴ്സ് നിങ്ങൾ മറക്കരുത്. അത് റെഫറൽ കോഡ് ഉപയോഗിച്ച് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത നോക്കുക. ഇവിടെ നമ്മുടെ ലിങ്കിങ് വെർബിന് ചില എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ബി, അപ്പിയർ, ബിക്കം, ഫീൽ. ഫീൽ ഫോം ആണ് ഈസ് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ ഇവരിടയ്ക്ക് നിന്നോണ്ടാണ് നമ്മളെ ഐ ഫീൽ ഹാപ്പി, ഐ വിൽ ബിക്കം സംതിങ് and I appear as എന്താണ് I will or I appear as a teacher before you എന്നൊക്കെ പറയത്തില്ലേ. Then he will be a teacher soon or you will be writing exams soon അങ്ങനൊക്കെ നമുക്ക് പറയാം. അപ്പൊ അവിടെയൊക്കെ ബി എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ നോക്കണം. പിന്നീട് നമ്മളത് സെന്റൻസിനെ ഒക്കെ ഡിവൈഡ് ചെയ്ത് പഠിക്കും. പ്രെഡിക്കേറ്റും സബ്ജക്റ്റും ഒക്കെ ഇൻഡിവിജ്വലി എടുത്ത് നമ്മൾ നന്നായിട്ട് അതെല്ലാം നോക്കും. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു പോകാം. ഇപ്പൊ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ബേസ് ഇട്ട് പോകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ സമയത്ത് തന്നെ എത്രയും പെട്ടെന്ന് ക്ലാസ്സുകൾ കാണുക. ഇനി ഈ പ്രത്യേകിച്ച് കോവിഡിന്റെ സമയം ആയതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും കൂടുതൽ സമയവും സ്പെൻഡ് ചെയ്യുന്നത്. പഠിക്കുന്ന അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് ഇത്തരത്തിൽ ക്ലാസ്സുകൾ കണ്ട് പ്രിപ്പറേഷൻ കൂടുതൽ സ്ട്രെങ്തി ആക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സമയത്ത് നിങ്ങൾ
മാക്സിമം സമയം ക്ലാസ്സുകൾ കണ്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ലിങ്കിങ് വെർബിന്റെ ശേഷം, ലിങ്കിങ് വെർബുകൾക്ക് ശേഷം മാത്രമേ അഡ്ജക്റ്റീവ്സിനെ വെക്കാവുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലിങ്കിങ് വെർബുകൾ ഇവര് മാത്രമല്ല, ഇനിയും ഉണ്ട്. അപ്പൊ അവർക്ക് മുൻപ്, ഓക്കെ, ലിങ്കിങ് വെർബിന് ശേഷം, ലിങ്കിങ് വെർബിന് ശേഷം മാത്രമേ അഡ്ജക്റ്റീവ്സിനെ നമ്മൾ കൊണ്ടുപോയി വെക്കാവുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് റൂൾ അനുസരിച്ച്. നോക്കിയേ, ദ കാർ ഈസ് ഓൾഡ്. ഈ ഓൾഡ് എന്ന് പറഞ്ഞ വാക്ക് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ചെറിയൊരു ജലദോഷം ഉണ്ട്, അതുകൊണ്ടാണ്, ക്ഷമിക്കണം. ഓക്കെ, ദ കാർ ഈസ് ഓൾഡ്. അപ്പോ ഇടയ്ക്ക് ശബ്ദം പോകുന്നതാണ്. ഇപ്പൊ ഓക്കെ അല്ലേ? ചുമയൊക്കെ പോയി. ദ കാർ ഈസ് ഓൾഡ്. ഓൾഡ് എന്ന് പറയുന്ന ആ വാക്ക് ഇവിടെ ആരായിട്ട് ആക്ട് ചെയ്യുന്നത്? അഡ്ജക്റ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇടയ്ക്ക് ഒരു കക്ഷിയുണ്ട്, ബിയുടെ ഫോം ആയിട്ടുള്ള ഈസ് ഉണ്ട്. ഈസ് ഇവിടെ ലിങ്കിങ് വെർബാണ് അല്ലെ? ഈ ഓൾഡിനെയും ഈ സബ്ജക്റ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഇടയ്ക്ക് നിൽക്കുന്ന ആള്, അതായത് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. സബ്ജക്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, സബ്ജക്ട് എന്താണ്, സബ്ജക്റ്റിന്റെ ക്വാളിറ്റി എന്താണ്, സബ്ജക്ട് ആരോട് എന്ത് ചെയ്തു, അതൊക്കെയാണ് പ്രെഡിക്കേറ്റ് വിളിച്ചു പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രെഡിക്കേറ്റിൽ അഡ്ജക്റ്റീവ് ഉണ്ട്. വെർബ് ആരാണ്? ലിങ്കിങ് വെർബ് ആരാണ്? ഈസ് ആണ്. ഈ ലിങ്കിങ് വെർബിന്റെ അപ്പുറത്ത്, അതായത് ലിങ്കിങ് വെർബിന് ശേഷമാണ് ഓൾഡ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവിനെ നമ്മൾ വെച്ചിട്ടുള്ളത്. കാരണം എന്താണ്? നമുക്ക് റൂൾ ഉണ്ട്. പ്രെഡിക്കേറ്റീവ് പൊസിഷനിൽ നമ്മുടെ റൂൾ അനുസരിച്ച് നമ്മൾ ഒരു അഡ്ജക്റ്റീവിനെ എഴുതുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് തന്നെ കുപ്പായമിട്ട് വരുന്നുണ്ടെങ്കിൽ, അവൾ എവിടെ ഇരിക്കാവുള്ളൂ? ലിങ്കിങ് വെർബിന് ശേഷം മാത്രമേ അവൾ ഇരിക്കാവുള്ളൂ. അല്ലെങ്കിൽ ലിങ്കിങ് വെർബിന് ശേഷം മാത്രമേ നമ്മൾ അവളെ കൊണ്ടുപോയി വെക്കാൻ പാടുള്ളൂ. ആരെ? അഡ്ജക്റ്റീവിനെ. ഇതാണ് ലിങ്കിങ് വെർബ്. ഇതിന് ശേഷം മാത്രമേ നമ്മൾ അഡ്ജക്റ്റീവിനെ ഇവിടെ പ്രതിഷ്ഠിക്കാവുള്ളൂ. ഇനി നോക്കുക, രവി ഈസ് ആംഗ്രി. രവി എങ്ങനെയാന്നാ പറഞ്ഞേ? ആംഗ്രി ആന്നാ പറഞ്ഞേ. അപ്പൊ നോക്കിയേ, ലിങ്കിങ് വെർബിന് ലിങ്കിങ് വെർബ് എങ്ങനെ വെക്കണം? അതിനുശേഷമാണ് നമ്മുടെ ആംഗ്രി. ലിങ്കിങ് വെർബ് നടുക്കാണ് വരിക. ആംഗ്രി എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് അതിനുശേഷമാണ് വരിക. ടിമിഡ് എന്ന കാര്യത്തിലും അപ്രകാരം തന്നെയാണ് സംഭവിച്ചത്. രാം ടിമിഡ് ആണ്. അയാൾ എവിടെയാണ് വന്നിരിക്കുന്നത്? ലിങ്കിങ് വെർബിന് അപ്പുറത്താണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ വേണമെങ്കിൽ ഈസ് നമ്മൾ എടുത്തു. അപ്പിയർ, ബിക്കം, ഫീൽ, അതൊക്കെ വന്നിട്ട് എഴുതി നോക്കിയേ. appear, become, feel, ഇതൊക്കെ ഇട്ടൊന്ന് നോക്കിയേ. നോക്കണം കേട്ടോ, എഴുതി നോക്കണം. പുതിയ എക്സാമ്പിൾസ് എഴുതി നോക്കണം. ഇനിയിപ്പോ നിങ്ങൾ എഴുതുകയാണ്, the old is car, the damaged is bike, Ravi angry is, Ram timid is എന്നൊക്കെ വരുമ്പോ നോക്കിയേ, ഈ ലിങ്കിങ് വെർബ് എവിടെയാ വന്നേ? നമ്മുടെ അഡ്ജക്റ്റീവിന് ശേഷമാണ് വന്നത്. അതും നമ്മുടെ സബ്ജക്റ്റിനെ ഒക്കെ അങ്ങ് കൊണ്ടുപോയി. ഇവിടെ എന്താ സംഭവിച്ചത്? ലിങ്കിങ് വെർബിന് മുന്നേ കൊണ്ടുപോയി നമ്മൾ അഡ്ജക്റ്റീവിനെ വെച്ചു. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കാണുമ്പോഴേ അറിയാതെ എന്തോ ഒരു പെശക് എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റിനി ഉണ്ടാവരുത്. കാരണം നമ്മുടെ റൂൾ അനുസരിച്ച് പ്രെഡിക്കേറ്റീവ് ആയിട്ടുള്ള പൊസിഷനിൽ അഡ്ജക്റ്റീവിനെ എവിടെയാണ് നമ്മൾ വെക്കേണ്ടത്? ലിങ്കിങ് വെർബിന് ശേഷം മാത്രമേ വെക്കാവുള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ, ഓക്കെ അല്ലേ? ഒരു എക്സാമ്പിൾ എഴുതി നോക്കിയോ. Seema is an angry woman. Seema is an angry woman.
ഓക്കെ, ആംഗ്രി വുമൺ. ഇത് നമ്മൾ ആദ്യം കൊണ്ട് ഈ ലിങ്കിങ് വെർബിന്റെ അപ്പുറത്ത് വെച്ച ഒരു ഭംഗി ഉണ്ടാവോ? സീമ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞേ? ആംഗ്രി വുമൺ എന്നാണ് അവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ 2 അഡ്ജക്റ്റീവ് വരുന്നുണ്ട്. ആംഗ്രി പ്ലസ് വുമൺ രണ്ടും വരുന്നുണ്ട്. ഓക്കെ, ആംഗ്രി നൗൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ എന്താണ്? നൗൺ ആണ് അല്ലെ? അപ്പം നൗൺ ചില സന്ദർഭങ്ങളിൽ അഡ്ജക്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് അവിടെ നിങ്ങൾ കണ്ടത്. അത് നമ്മൾ പിന്നീടുള്ള ക്ലാസ്സുകളിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ നമ്മൾ അവയെല്ലാം പഠിച്ചുകൊണ്ടേ നമ്മൾ പോവുള്ളൂ എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഓക്കെ, അപ്പൊ ഈ റെഡ് ലൈൻ ഇട്ട് ഞാൻ ഇങ്ങനെ വെട്ടി കാണിച്ചിട്ടുള്ളത് അങ്ങനെ എഴുതരുത് എന്നാണ് കേട്ടോ. ഇനി നോക്കിയേ, ലേൺ ബൈ പ്രാക്ടീസ്. നമുക്ക് പഠിക്കാൻ പറ്റും. എങ്ങനെ? പ്രാക്ടീസിലൂടെ മാത്രം. പ്രാക്ടീസ്, ഹാർഡ് വർക്ക്, ദൈവാനുഗ്രഹം, ഇവയുണ്ടെങ്കിൽ നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കും. ഓക്കെ, അതാണ്. Then choose the right one. ഇതിൽ നിന്നും ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. Bright face, bright face. Demonstrative adjective, adjective of quality, adjective of quantity. ഇതിലേതാണ് ഉത്തരം? മനസ്സിൽ പറഞ്ഞേ, എഴുതി വെച്ചേ. ഉത്തരം എന്താണെന്ന് എഴുതി വെച്ചേ. ബ്രൈറ്റ് ഫേസ് ആണ്. എന്ത് ഫേസ് ആണെന്നാ പറഞ്ഞേ? ബ്രൈറ്റ് ഫേസ്. അപ്പൊ ആ ഫേസിന്റെ ക്വാളിറ്റി അല്ലേ പറഞ്ഞത്? മനസ്സിൽ നല്ല നന്മയുള്ളപ്പോ നമ്മുടെ മുഖത്ത് നല്ല വെട്ടം ഉണ്ടായിരിക്കും. അത് ഓർത്താൽ മതി. ബ്രൈറ്റ് ഫേസ് നമ്മുടെ ക്വാളിറ്റി. നമ്മുടെ ഉള്ളില് എന്തുണ്ട്? അല്ലാതെ കുറെ വെളുത്തിരിക്കുന്നു അല്ലെങ്കിൽ കുറെ പുട്ടിയിട്ട് വെളുത്തിരിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. മനസ്സിൽ നന്മയുള്ളപ്പോ നമ്മുടെ മുഖത്ത് നല്ല വെട്ടമായിരിക്കും. അതാണ് ബ്രൈറ്റ് ഫേസ്. മനസ്സിൽ നന്മയുള്ളപ്പോ, സത്യസന്ധരായിരിക്കുമ്പോ, ഓണസ്റ്റ് ആയിരിക്കുമ്പോ നമ്മുടെ മുഖത്ത് നല്ല വെട്ടമായിരിക്കും. അത് നമ്മുടെ ഒരു ക്വാളിറ്റിയാണ്. അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി. ഓക്കെ, അപ്പൊ ഉത്തരം കിട്ടിയല്ലോ. ഇനി 5 brothers. 5 brothers എന്താണ്? ഏത് അഡ്ജക്റ്റീവ് ആണ്? ഏത് അഡ്ജക്റ്റീവ് ആണ്? 5 brothers എന്നുള്ളത് ഏത് അഡ്ജക്റ്റീവ് ആണ്? അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി ആണോ? അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ ആണോ? ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആണോ? കണ്ടുപിടിച്ചേ. 5 brothers ആണ് അല്ലെ? ബ്രദേഴ്സ് എന്ന് പറയുന്ന നൗണിനെ, ബ്രദേഴ്സ് എന്ന് പറയുന്ന നൗണിന് എന്താണ്? 5 പേരുണ്ട് എന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ന്യൂമറൽസ് ആണ് ഇവിടെ അല്ലെ? എണ്ണം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത് നൗണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ എന്നാ ചെയ്യും? കളഞ്ഞേക്കാം. ഓക്കെ, അപ്പൊ 5 brothers എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പേര്, എത്ര പേരെന്നുള്ള കൃത്യം അറിവ് കിട്ടത്തില്ല. പക്ഷെ അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു 5 brothers ആണെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കുക, ഇതിലേതാണ്? അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി ആണോ? ബ്രദേഴ്സിന്റെ ക്വാളിറ്റി ആണോ ആ കാണുന്ന നമ്പർ? അല്ലല്ലോ. അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ ആണോ? ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആണോ? ഇൻട്രോഗേഷൻ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അവിടെ? ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഇൻട്രോഗേറ്റീവ് ആയിട്ടുള്ള WH എന്തെങ്കിലും അവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ ആരാണ് ഉത്തരം? അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ. അതാണ് ഉത്തരം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചതെന്ന്. ഓക്കെ, അപ്പൊ റീകളക്ട് ചെയ്യുമ്പോ പിന്നെ ഞാൻ ഇന്നലെ വിമിൻ, വുമൺ എന്നുള്ളതിന് വിമിൻ എന്ന് പറയണമെന്ന് പറഞ്ഞു. ചിലപ്പോ പൊസസീവ് കേസ് പറയത്തില്ല. സ്ത്രീകളുടെ, വിമിൻസ്. അപ്പൊ വിമിൻ എന്നിട്ടിട്ടുണ്ടല്ലോ, നോക്കി, വിമിൻ എന്നിട്ടിട്ട് അപ്പസ്ട്രോഫി ഇടണം. അല്ലാതെ ഇത് ശരിയാണ്, വിമിൻസ് എന്ന് എഴുതരുത്. സ്ത്രീകളുടെ എന്നുള്ള അർത്ഥമാണ് ഇതിനെ. ഇത് നമ്മൾ പിന്നീട് പൊസസീവ് കേസസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. എന്നാലും ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞത് കൊണ്ട് അപ്പൊ വിമിൻസ് ഹോസ്റ്റൽ എന്നൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ മനസ്സിൽ ഡൗട്ട് അടിച്ചിട്ട് കുറച്ചു പേര് എന്നോട് ചോദിച്ചു, വിമിൻസ് ഹോസ്റ്റൽ എന്നൊക്കെ പറയുമല്ലോ, പിന്നെന്താ വിമിൻസ് എന്ന് പറയത്തില്ലേ എന്നൊക്കെ ചോദിച്ചു. ഇത് പൊസസീവ് എന്ന് പറഞ്ഞാൽ പൊസഷൻ കാണിക്കാൻ. പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്റെ, വിമിൻസ്, വിമിന്റെ അല്ലെ, സ്ത്രീകളുടെ എന്ന് കാണിക്കാണ്. ഇതിന്റെ മലയാളം എന്താണ്? സ്ത്രീകളുടെ. വിമിൻസ് എന്ന് എഴുതരുത്. ഓക്കെ, പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അല്ല, പ്ലൂറൽ ആയിട്ട്
അല്ല വിമിൻസ് പകരം നമ്മുടെ ഒരു ഉടമസ്ഥത അല്ലെ സ്ത്രീകളുടെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലൂറൽ ഫോം എപ്പോഴും എന്തേ വരുള്ളൂ വിമിൻ എന്നേ വരുള്ളൂ. ഇത് തന്നെയാണ് ചിൽഡ്രൻ എന്നുള്ള കേസിലും ചിൽഡ്രൻസ് എന്നുണ്ടല്ലോ മിസ്സേ എന്ന് പറഞ്ഞു. ചിൽഡ്രൻസ് എന്നുണ്ട് എപ്പോഴാ ഇവിടെ ഒരു അപ്പോസ്ട്രോഫി വന്നു കഴിയുമ്പോൾ കുട്ടികളുടെ എന്നുള്ള അർത്ഥം വരുമ്പോൾ കുട്ടികളുടെ. അതേപോലെ മെൻ മെൻസ് ഇല്ല മെൻ. അപ്പൊ നമ്മൾ മെൻ അപ്പോസ്ട്രോഫി ഇടുന്നത് ശ്രദ്ധിക്കണം. അപ്പോസ്ട്രോഫി മെൻസ്. ഇനി ഒരു കൂട്ടം പ്ലൂറലിന്റെ അപ്പോസ്ട്രോഫി എങ്ങനെ ഇടണം എന്നും കൂടെ ഓർത്ത് നോക്കി. നമ്മൾ പിന്നീട് അത് പഠിക്കും. എന്നാലും നിങ്ങൾ ഈ എസിന്റെ കാര്യം ഞാൻ സിംഗുലർ നൗണും പ്ലൂറൽ നൗണും പഠിപ്പിച്ചപ്പോ ഈ സംശയം ചോദിച്ച സ്ഥിതിക്ക് ഇതൂടെ പറയാണ്. അതായത് ആപ്പിൾസ് ആപ്പിളുകളുടെ നിറം എന്ന് പറയേണ്ടത് ആപ്പിൾസ് കളർ. അപ്പൊ അപ്പോസ്ട്രോഫി വന്നത് എസ് കഴിഞ്ഞിട്ടാണേ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. എന്നാലും ഇപ്പൊ ഈ എസ് ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാനതൊന്ന് വീണ്ടും പറഞ്ഞു തന്നതേ ഉള്ളൂ. തെറ്റരുത്. ആപ്പിൾസ് കുറെ ആപ്പിളുകളുണ്ട് പ്ലൂറൽ ആണ്. അപ്പോസ്ട്രോഫി ഇടേണ്ടത് ഇവിടെയാണ് ആപ്പിളുകളുടെ എന്ന് പറയുമ്പോൾ. പക്ഷെ ആപ്പിളിന്റെ എന്ന് പറയുമ്പോൾ ആപ്പിൾസ് ഇവിടെയാണ് ഈ കഴിഞ്ഞിട്ടാണ് അപ്പോസ്ട്രോഫി വരേണ്ടത്. അപ്പോഴാണ് ആപ്പിളിന്റെ കളർ എന്നാവുന്നത്. ആപ്പിളുകളുടെ കളർ എന്ന് പറയുമ്പോൾ ആപ്പിൾസ് എസ് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി ഇടണം. സ്റ്റുഡൻസ് സ്റ്റുഡൻസിന്റെ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എസ് കഴിഞ്ഞിട്ടാണ് അവിടെ അപ്പോസ്ട്രോഫി ഇടുന്നത്. പക്ഷെ ഇതാണെങ്കിലോ ഇവിടെ അപ്പോസ്ട്രോഫി ഇല്ല. ഇവിടെയാണെങ്കിൽ വിദ്യാർത്ഥിയുടെ എന്നേ അർത്ഥമുള്ളൂ. പക്ഷെ ഈ അപ്പോസ്ട്രോഫി നമ്മൾ മായ്ക്കാൻ ഒരു ശ്രമം നടത്തുന്നതാണ്. എന്തോ പറ്റിയില്ല. ഒന്ന് നോക്കട്ടെ. ഓക്കെ, സ്റ്റുഡൻസ് കഴിഞ്ഞിട്ടിടുവാണെങ്കിൽ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടത്തിന്റെ ഇതാകും. അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചു പോണം, മറക്കരുത്. അപ്പൊ ആപ്പിൾസ് എന്ന് പറയും, മെൻസ് എന്ന് പറയും, സ്റ്റുഡൻസ് എന്ന് പറയും, വിമൻസ് എന്ന് പറയും. അതൊക്കെ എപ്പോഴാണ് ആപ്പിൾസിന്റെ കാര്യം വിടുക. ബാക്കി മെൻസ്, സ്റ്റുഡൻസ്, വിമൻസ്, ചിൽഡ്രൻസ് എന്ന് പറയുന്നത് എന്തിന്റെ എങ്കിലും സ്വന്തം എന്ന് കാണിക്കാൻ വേണ്ടി അല്ലെ അതിന്റെ എന്ന് കാണിക്കാൻ വേണ്ടി പൊസസീവ് ആയിട്ട് പറയുമ്പോൾ മാത്രമേ അപ്പോസ്ട്രോഫി ഇടാവുള്ളൂ. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം അപ്പോസ്ട്രോഫി എവിടെ ഇടണം എന്നുള്ളതാണ്. അതും ഇതാ ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. എക്സ്ട്രാ ആണ് അതൊക്കെ പോയിന്റ്സ്. നമ്മുടെ ഈ PPT-യിൽ അതില്ല. പക്ഷെ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കി പോണം. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അവയൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കണം. റെഫറൽ കോഡിന്റെ കാര്യം ഒന്നും മറന്നു പോകണ്ട. അത് ഉപയോഗിച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അതിന് സാധിക്കുന്നവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു, ഓർമ്മിപ്പിക്കുന്നു. ഇനി നോക്കാം, നമുക്ക് ഒന്ന് റീകളക്ട് ചെയ്ത് പോകാം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞത് ഇവിടെ നിന്ന് കൂട്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അഡ്ജക്റ്റീവിനെ പറ്റിയിട്ട് പറയുമ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെയാണ്. സബ്ജക്റ്റും നൗൺ ആയിരിക്കും, ഒബ്ജക്റ്റും നൗൺ ആയിരിക്കും. നൗൺ എന്ന് പറയുന്ന ആളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും അഡ്ജക്റ്റീവ് തരുന്നത്. അപ്പൊ ഒരു കഥ പോലെ നിങ്ങൾ ഓർത്തിരിക്കുക. അമ്മ ഇംഗ്ലീഷ് ലാംഗ്വേജ് അവരുടെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്നു. ആ കൊട്ടാരത്തിന്റെ പേരാണ് പാർട്സ് ഓഫ് സ്പീച്ച്. വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം നൗണിനെ കണ്ടു. നൗൺ പല കുപ്പായങ്ങളിട്ട് നമ്മുടെ മുൻപിൽ വന്നു. നമ്മൾ അവനെ മനസ്സിലാക്കി. അവനെ ഇനി എവിടെ വെച്ച് കണ്ടാലും ഏത് വേഷത്തിൽ കണ്ടാലും നമുക്ക് തിരിച്ചറിയാം എന്നുള്ള ബോധവും നമുക്കുണ്ട്. ഇനി പിന്നെ നമ്മൾ കണ്ടത് അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് നല്ല മിടുക്കിയായിട്ട് നല്ല വയലറ്റ് കളറിലെ ഫ്രോക്ക് ഒക്കെയാണ് നമ്മുടെ മുമ്പിൽ വന്നിരിപ്പുണ്ട്. എന്നിട്ട് അവള് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ അവളുടെ ചേട്ടൻ നൗണിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ചേട്ടൻ നൗണിന്റെ ഗുണങ്ങളും ചേട്ടൻ നൗണിന്റെ ദോഷങ്ങളും എല്ലാം അവള് പറയും. പക്ഷെ അവള് തരുന്ന ആ ഇൻഫർമേഷൻ, നൗൺ ചേട്ടനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും അവൾ നമുക്ക് തരും. അപ്പോ അവള് പലതരത്തിലുള്ള കുപ്പായങ്ങൾ ഇട്ടിട്ടായിരിക്കും നൗൺ ചേട്ടനെ വിശേഷിപ്പിക്കുന്നത്. നൗൺ ചേട്ടനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് തന്ന് നൗൺ ചേട്ടനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് പല കുപ്പായങ്ങൾ ഇട്ടിട്ടായിരിക്കും. ഒന്നാമത്തെ കുപ്പായമാണ് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി, രണ്ടാമത്തെ കുപ്പായമാണ് അപ്പൊ എന്താണ് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നൗൺ ചേട്ടന്റെ ക്വാളിറ്റി ആയിരിക്കും അവൾ പറയുന്നത്. രണ്ടാമത്തെ കുപ്പായം എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആയിരിക്കും. എത്രത്തോളം നൗൺ ചേട്ടൻ ഉണ്ട്, എത്ര നമ്പർ, എത്ര എമൗണ്ട്, എത്ര അളവ് നൗൺ ചേട്ടൻ അവിടെ ഉണ്ടെന്ന് അവള്
നമ്മളോട് പറഞ്ഞു തരും. മൂന്നാമത്തെ കുപ്പായമിട്ട് അവള് വന്നിട്ട് നമ്മളോട് പറഞ്ഞത് adjective of number എന്നാണ്. okay, adjective of number എത്ര ഉണ്ട്, സോറി അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ന്യൂമറിക്കൽ, അത് ആ കൂടെ കൂട്ടണ്ട. അപ്പൊ adjective of number എത്ര എമൗണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റിയുടെ കൂട്ടത്തിൽ തന്നെ അത് വരുന്നതാണ്. okay. പിന്നെ അടുത്ത ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. ഡെമോൺസ്ട്രേറ്റീവ് പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയതെന്ന് വെച്ചാൽ adjective of quantity, ക്വാണ്ടിറ്റിയിൽ some apples, പിന്നെ 2 apples എന്ന് കാണിക്കുവാണെങ്കിൽ നമ്മുടെ ഓപ്ഷനകത്ത് adjective of quantity എന്നാണെങ്കിൽ some എന്നുള്ള ഓപ്ഷൻ നമുക്ക് എടുക്കാം. adjective of number 3 apples എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ adjective of number നമുക്ക് ഓപ്ഷനിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. അവിടെ നൗൺ ചെയ്യുന്ന ജോലി എന്ന് വെച്ചാൽ ഒരു എന്തിനേലും ഒന്ന് ഇത് ഇങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നൗൺ അവിടെ നിൽക്കുന്നത്. അന്നേരം അഡ്ജക്റ്റീവ് എന്താ ചെയ്യാം, നൗൺ ഇപ്രകാരമാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ഈ ബോയ് അല്ലെ, ബോയ് ഇങ്ങനെയാണ് എന്ന് കാണിച്ചു തരുവാണ് അഡ്ജക്റ്റീവ് അവിടെ ചെയ്യുന്നത്. അടുത്തത് എംഫസൈസ് ചെയ്യുകയാണ്, നൗണിന്റെ പ്രാധാന്യം എന്താണ് എന്ന് അവിടെ കാണിക്കുകയാണ്. അതിന് അഡ്ജക്റ്റീവ് ചില കുപ്പായങ്ങൾ അണിയും, അതാണ് എംഫസൈസിങ് അഡ്ജക്റ്റീവ്സ്. ഇനി എക്സ്ക്ലമേറ്ററി മാർക്കോട് കൂടി അഡ്ജക്റ്റീവ് ഓടി വരും. എന്നിട്ട് ഉള്ളിലുള്ള ഫീലിംഗ് അത് തുറന്നു കാണിക്കും, അതാണ് എക്സ്ക്ലമേറ്ററി. അഡ്ജക്റ്റീവ്സ് ഓഫ് ഒറിജിൻ, ഏത് രാജ്യത്തേതാണ്, എന്തിൽ നിന്നുണ്ടാക്കിയതാണ് എന്നൊക്കെ നൗൺ ചേട്ടനെ പറ്റി പറയേണ്ടി വരുമ്പോൾ നൗൺ ചേട്ടൻ ചില സന്ദർഭത്തിൽ ഏതെങ്കിലും തടിയിൽ നിന്നുണ്ടായതായിരിക്കും, ചില സമയത്ത് എന്തെങ്കിലും ഗോൾഡോ അങ്ങനെയുള്ള മെറ്റീരിയലിൽ നിന്നുണ്ടായ നൗൺ ചേട്ടനായിരിക്കും, അല്ലെങ്കിൽ ആ മെറ്റീരിയലിൽ നിന്നുണ്ടാക്കി ഉടുപ്പിട്ട നൗൺ ചേട്ടനായിരിക്കും അവിടെ നിൽക്കുക. അപ്പൊ അഡ്ജക്റ്റീവ് ഓടി വന്നിട്ട് പറയും, ഓ ഈ ചേട്ടൻ ഇന്ന് വുഡൻ ആണ്, ചേട്ടൻ ഇന്ന് ഗോൾഡ് ആണ്, അത്തരത്തില് അഡ്ജക്റ്റീവ് പറയും. അടുത്തത് കളറാണ്. നൗൺ ചേട്ടൻ പല കളറിൽ വരും അല്ലെ, ക്രിസ്മസിനൊക്കെ കണ്ടിട്ടില്ലേ പുൽക്കൂട്ടിലൊക്കെ ഇങ്ങനെ പല കളറിലെ ബൾബ് തിളങ്ങുന്ന പോലെ നമ്മുടെ നൗൺ ചേട്ടനും പല കളറിലുള്ള ഉടുപ്പണിഞ്ഞിട്ട് വന്നിട്ട് നല്ല തിളങ്ങി നിൽക്കും. അപ്പൊ അഡ്ജക്റ്റീവ് പറയുമ്പോൾ ചേട്ടൻ ഇന്ന് പിങ്ക് ആണ് അല്ലെ, ബ്ലൂ പിങ്ക്. ചേട്ടൻ ആരാ, പെൻ എന്ന് പറയുന്ന ചേട്ടൻ ഇന്ന് ബ്ലൂ ഇങ്ക് ആണ്. പിന്നെ റോസ് എന്ന് പറയുന്ന ചേട്ടൻ എന്നാവും, റെഡ് കളർ ആണ്. അങ്ങനെ കളർ എടുത്ത് പറയും. പിന്നെ ഇൻട്രോഗേറ്റീവ്, അതായത് ആരുടെ, ചേട്ടൻ ആരുടെ ആയിട്ട് അവിടെ നിന്നേ അല്ലെ, ആരുടെ, ചേട്ടൻ ആരാ ഇവിടെ, സിസ്റ്റർ നൗൺ ആണ്, അതുകൊണ്ട് ഞാൻ ചേട്ടൻ എന്ന് പറയുന്നത് കേട്ടോ. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ തോന്നും, അതുകൊണ്ട് മുൻപിലുള്ള നമ്മുടെ ക്ലാസ്സുകൾ കേട്ടിട്ട് വരും. ഞാൻ ചേട്ടൻ അനിയത്തി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ തോന്നും, നമ്മൾ ഫാമിലി ആയിട്ടാണ് ഇതിനെ പഠിക്കുന്നത്. അടുത്ത് നോക്കുക അഡ്ജക്റ്റീവ്സ് ഓഫ് കളർ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പിന്നെ അത് ബ്രോക്കൺ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സാധനം ഒഴിച്ചു വെക്കാനുള്ളതാണോ, കോഫിക്ക് വേണ്ടിയിട്ടുള്ളതാണോ, നൗണിനെ എന്താണ് പ്രത്യേകത എന്നവിടെ കാണിക്കും. അത് നമുക്ക് ക്വാളിറ്റീസിന്റെ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒന്നാണ്. പിന്നെ ഉള്ളത് നമുക്ക് അഡ്ജക്റ്റീവ്സിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ എന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണം. അഡ്ജക്റ്റീവ്സിനെ കണ്ടുപിടിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് അഡ്ജക്റ്റീവ് 2 പൊസിഷനിലാണ് വരുന്നത്. ഒന്ന് അഡ്ജക്റ്റീവ് വരുന്നത് നൗണിന് മുൻപാണ് അഡ്ജക്റ്റീവ് വരുന്നത്, അത് അട്രിബ്യൂട്ടീവ് പൊസിഷനും. രണ്ടാമത്തേത് പ്രെഡിക്കേറ്റീവ് പൊസിഷനുമാണ്. ഓക്കെ, അട്രിബ്യൂട്ടീവ് പൊസിഷനകത്ത് നൗൺ വരുന്നത് എപ്പോഴും അഡ്ജക്റ്റീവ് വരുന്നത് എപ്പോഴും നൗണിന് മുൻപിലായിരിക്കും. അത് തിരിച്ചെഴുതാനായിട്ട് പാടില്ല. നൗണിന് ശേഷം അട്രിബ്യൂട്ടീവ് പൊസിഷനിൽ നമ്മൾ നൗണിന് ശേഷം എഴുതാൻ പാടില്ല, നൗണിന് മുൻപായിരിക്കും അഡ്ജക്റ്റീവ് അട്രിബ്യൂട്ടീവ് പൊസിഷനിൽ നമ്മൾ വെക്കേണ്ടത്. അടുത്തത് പ്രെഡിക്കേറ്റീവ് പൊസിഷൻ ആണ്. പ്രെഡിക്കേറ്റീവ് പൊസിഷനകത്ത് നമ്മൾ അഡ്ജക്റ്റീവിനെ പ്ലേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വെക്കേണ്ടത് ലിങ്കിങ് വെർബിന് ശേഷമാണ്. ലിങ്കിങ് വെർബ് ആരൊക്കെയാണെന്ന് ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ എക്സാമ്പിളിലേക്ക് നമുക്ക് പിന്നീട് പോകാവുന്നതാണ്. പിന്നെ അത് തിരിച്ചും മറിച്ചും ഒന്നും എഴുതാൻ പാടില്ല. കൃത്യമായിട്ട് ആ റൂൾ അനുസരിച്ച് മാത്രമേ അത് എഴുതാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ നോക്കി ഏത് തരത്തിലുള്ള അഡ്ജക്റ്റീവ് ആണ്, ബ്രൈറ്റ് ഫേസ് എന്ന് നോക്കി ഇതുപോലുള്ള പല വാക്കുകൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള അഡ്ജക്റ്റീവിനെ താഴെ ഇതുപോലെ ബ്രാക്കറ്റ്സ് ഇട്ടിട്ട് അതിനകത്താക്കിയിട്ട് താൻ എഴുതി വെച്ചിരിക്കുന്ന ആ അഡ്ജക്റ്റീവ്സ് ഏത് അഡ്ജക്റ്റീവ് ആണെന്ന് കണ്ടുപിടിക്കാൻ സ്വയം പറ്റുന്നുണ്ടോ എന്നൊന്ന് ശ്രമിച്ചു നോക്കുക. പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ വേണം. സീരിയസ് ആയിട്ട് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ആ റെഫറൽ കോഡ് ഉപയോഗിക്കണം. 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഒക്കെയുള്ള കോഴ്സുകളിലേക്ക് നിങ്ങൾ വരണം. നമുക്ക് പഠിച്ച് നല്ല മാർക്ക് തന്നെ വാങ്ങിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. നല്ല ബേസോട് കൂടി നന്നായിട്ട് എഴുതാനും നന്നായിട്ട് പറയാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. അടുത്തതെന്ന് പറഞ്ഞാൽ 5 ബ്രദേഴ്സ് ഒരു എക്സാമ്പിൾ ആണ്. അത് നമുക്ക് ഈ താഴെ ബ്രാക്കറ്റ്സിൽ കൊടുത്തിരിക്കുന്ന ഏത് അഡ്ജക്റ്റീവ് ആണ് 5 ബ്രദേഴ്സ് എന്ന് കണ്ടുപിടിച്ച് എഴുതാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഇഡിയം ഓഫ് ദി ഡേ നോക്കാം. ഷെഡ് ക്രൊക്കഡൈൽ ടിയേഴ്സ്. ഷെഡ് ക്രൊക്കഡൈൽ ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മുതലക്കണ്ണീര് പൊഴിക്കുക എന്നാണ് അർത്ഥം. മുതലക്കണ്ണീര് പൊഴിക്കുക നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, സോറി. ഓക്കെ,
അപ്പൊ മുതലക്കണ്ണീര് പൊഴിക്കുക എന്നാണ് അർത്ഥം. മുതലക്കണ്ണീര് പൊഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചുമ്മാ കളിപ്പിക്കുക അല്ലെ, കള്ളക്കണ്ണീര് എന്നൊക്കെ നമ്മൾ പറയും. മുതലക്കണ്ണീര് പൊഴിക്കുക, അതായത് ശരിക്കും ഒരു ഇമോഷനും ഇല്ല, പക്ഷെ ഞാൻ ഇന്ന് വരാഞ്ഞത് ഇന്ന കാരണം കൊണ്ടാ മിസ്സേ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോ കള്ളത്തരത്തിൽ കരഞ്ഞിട്ട് റീസൺ പറയാം, അല്ലെ ഞാൻ പഠിച്ചോണ്ട് വരാഞ്ഞത് ഇന്ന കാരണത്താലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളത്തരത്തിൽ പറയും. അപ്പം ഇതെന്താണ്? മുതലക്കണ്ണീര് പൊഴിക്കുക എന്നുള്ള അർത്ഥമാണ്. മുതലക്കണ്ണീർ പൊഴിക്കുക. ഞാൻ കണ്ണീർ എന്നാണ് എഴുതിയത്, കണ്ണുനീർ പൊഴിക്കുക എന്ന് ആക്കിക്കോണം കേട്ടോ. മുതലക്കണ്ണുനീർ പൊഴിക്കുക. ഓക്കെ, അപ്പൊ അത്തരത്തില് ആ ഒരു ഇഡിയം വെച്ചിട്ടുള്ള വാക്കുകൾ നിങ്ങൾ ഉണ്ടാക്കുക. കാരണം നമുക്ക് പരീക്ഷയ്ക്ക് ചില ഇഡിയംസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മള് പ്ലസ് ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ, നമ്മുടെ റെഫറൽ കോഡ് ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ കൂടുതൽ ഇഡിയംസ് നമ്മൾ പഠിക്കും. കൂടുതൽ വാക്കുകൾ, റെയർ ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വാക്കുകൾ 2015 മുതൽ ഉള്ള ചോദ്യങ്ങളിൽ നിന്നും 2020 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്നും BSc ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നും മനസ്സിലായ ഒരു കാര്യം, ഇഡിയംസ് ആൻഡ് പുതിയ വാക്കുകൾ, ഇഡിയംസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ടു ലീഡ് എ ഡോഗ്സ് ലൈഫ്, അങ്ങനെ ആനിമൽ എക്സ്പ്രഷൻസ് വെച്ചുകൊണ്ടുള്ള, ബോഡി എക്സ്പ്രഷൻസ് വെച്ചുകൊണ്ടുള്ള ഇഡിയംസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്, അത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എല്ലാ ദിവസവും ഞാൻ തന്നു പോകുന്നത് കുറച്ചെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കണം. അപ്പൊ റെഫറൽ കോഡ് ഉപയോഗിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്തരത്തിലുള്ള സാധ്യതകളുള്ള എന്താണ് ഇഡിയംസ് ഒക്കെ ചർച്ച ചെയ്യും, അതിലേക്കൊക്കെ പോകണം. അപ്പൊ ഷെഡ് ക്രൊക്കഡൈൽ ടിയേഴ്സ് ഇന്നലെ നമ്മൾ പഠിച്ചായിരുന്നു. ലയൺസ് ഷെയർ പഠിച്ചു. ടു റെയിൻ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് പഠിച്ചു. ടു ലീഡ് ഡോഗ്സ് ലൈഫ് അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ജീവിതം, അത്തരത്തിലൊക്കെയുള്ള കുറെ വാക്കുകൾ, ഇഡിയംസ് നമ്മൾ പഠിച്ചു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ വെറുതെ ഇത് തരുന്നതല്ല, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇഡിയംസും വാക്കുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാക്കുകൾ നൽകിയിട്ട് അതിന്റെ സ്പെല്ലിങ്ങിൽ എന്തെങ്കിലും പിശകുണ്ടോ ഉണ്ടെങ്കിൽ തിരുത്തി എഴുതാൻ ചോദിക്കും. അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള വാക്ക് കുറെ ഓപ്ഷനിൽ നിന്ന് 4-5 ഓപ്ഷനിൽ നിന്ന് വാക്കുകൾ കണ്ടെത്തി കറക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ ഏതാണെന്ന് എഴുതാൻ ചോദിക്കും. അപ്പൊ നമ്മൾ ചുമ്മാ ഇരുന്നാൽ നമുക്ക് വാക്കുകൾ കിട്ടത്തില്ല. പുതിയ വാക്കുകൾ കിട്ടണമെങ്കിൽ എന്നാ ചെയ്യണം? നമ്മൾ വായിക്കണം, അതേപോലെ തന്നെ ക്ലാസ്സുകൾ കാണണം. ക്ലാസ്സുകൾ കണ്ടിട്ട് ഈ പറയുന്ന വാക്കുകൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എഴുതുമ്പോഴും നമ്മൾ പറയുമ്പോഴും ഒക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇനി നോക്കിയേ. അപ്പൊ ഷെഡ് ക്രൊക്കഡൈൽ ടിയേഴ്സ് എന്നുള്ള ഒരു ഇഡിയം ഉപയോഗിച്ച് ഒരു സെന്റൻസ് ഇന്ന് എഴുതി വെക്കണം. 1, 2, 5 സെന്റൻസ് ഒന്ന് എഴുതി വെക്കണം. ഇത് നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു ഹെൽപ്പ് കൂടിയാണെന്ന് ഞാൻ കരുതുന്നു. അടുത്തത് വേർഡ്സ് ഓഫ് ദ ഡേ. എലൂസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടി കൊടുക്കാത്ത, ഇങ്ങനെ തന്നെ പോകുന്ന, ഒരു പിടി കിട്ടാത്ത. ഓക്കെ, ഡ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപോലെയുള്ള 2 എണ്ണം എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഇപ്പൊ 2 ടീച്ചേഴ്സ്, അപ്പൊ 2 ടീച്ചേഴ്സ് ഒരേ സബ്ജക്ട് കൈകാര്യം ചെയ്യുന്ന 2 അധ്യാപകരാണെങ്കിൽ ദ ഡ്യുവോ നമുക്ക് അവരെ വിളിക്കാൻ പറ്റും. മിസ്ഹാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ദൗർഭാഗ്യം എന്നാണ് അതിന്റെ അർത്ഥം. അതേപോലെ പോംപോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മോടി കാട്ടുക, പൊങ്ങച്ചം പറയുക എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ്. അതേപോലെ ലാഷ് എന്ന് പറഞ്ഞാൽ പ്രഹരം, ഇങ്ങനെ ചാട്ട കൊണ്ട് അടിക്കുക എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഒരു പ്രഹരം ഏൽക്കുക എന്നുള്ളൊരു അർത്ഥമാണ്. എലൂസീവ് എന്ന് പറഞ്ഞാല് പിടി നൽകാതെ തെന്നി പോകുന്നത്. പിന്നെ ഡ്യുവോ എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ള 2 പേര്, അല്ലെങ്കിൽ 2 വസ്തുക്കളോ, 2 നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം പിടികിട്ടുമെന്ന് വിചാരിക്കുന്നു. മിസ്ഹാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ദൗർഭാഗ്യം എന്നാണ്. അടുത്തത് പോംപോസിറ്റി, അത് ഒരു പൊങ്ങച്ചം കാണിക്കുക അല്ലെങ്കിൽ മോടി കാണിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥം വരും. പൊങ്ങച്ചം അല്ലെങ്കിൽ മോടി കാണിക്കുക. ഓക്കെ, കൺഫ്യൂഷൻ വന്നു അവിടെ. ഡി ആണോ ഡി ആണോ എന്ന് ഒരു കൺഫ്യൂഷൻ എനിക്ക് തോന്നി. സോറി, അതൊരു പെട്ടെന്ന് വന്ന കൺഫ്യൂഷൻ ആണ്. നാളെ ഞാനത് പറയാം കേട്ടോ. ഏത് മോഡിയാണെന്ന് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വന്നു. ഓക്കെ, ലാഷ് എന്ന് പറഞ്ഞാൽ പ്രഹരമാണ്. ഇത് രണ്ടുമല്ല, ഇത് രണ്ടുമാണ്. സോറി, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ്. എനിക്ക് കൃത്യം പെട്ടെന്ന് കിട്ടുന്നില്ല. മോടി. ഓക്കെ, പ്രഹരം.
ആ ഒരു ചാട്ടവാറടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രഹരം. അപ്പൊ ഈ വാക്കുകൾ ഉപയോഗിച്ച് അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. അപ്പൊ ആ വാക്കുകൾ ഉപയോഗിച്ച് പുതിയ സെന്റൻസുകൾ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വാക്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. ആ വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലാംഗ്വേജ് എഫിഷ്യൻസി കൂടുതൽ മികവുറ്റതാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക, ആരും ഒരിക്കലും ഏറ്റവും അറിവുള്ളവരല്ല, എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും, അധ്യാപകരും എല്ലാവരും, എഡ്യൂക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ഭയങ്കര നോളജ് ഉള്ള ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പോലും ഏത് ദിവസവും എല്ലാ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കാം, പുതിയ കാര്യങ്ങൾ പ്രകൃതിയിൽ നിന്ന് പഠിക്കാം, എല്ലായിടത്തു നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ പഠിച്ചു പോണം. പിന്നെ ഒരു കാര്യം, ഇംഗ്ലീഷ് ഭാഷ എനിക്ക് വശമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ അതൊന്ന് പഠിച്ചെടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ടുവരണം. കാരണം +2 സയൻസ് ബാച്ചിൽ പഠിക്കുമ്പോൾ ഫിസിക്സ് പഠിപ്പിച്ച അധ്യാപകൻ വി നോ ദാറ്റ്, അതായത് VKNOW നോ ദാറ്റ് എന്ന് പറഞ്ഞപ്പോൾ WEVNO നോ ദാറ്റ് എന്നെഴുതിയ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. പക്ഷേ ഹാർഡ് വർക്കിലൂടെയും അതേപോലെ ഒരു ദൈവാനുഗ്രഹവും വർക്ക് ചെയ്തിട്ടും പ്രാക്ടീസിലൂടെയും ഒക്കെ കുറച്ച് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഭാഷ ഗ്രാമർ അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു സത്യമാണ്. അതുകൊണ്ട് ഇന്ന് പ്ലാൻ ചെയ്യുക. ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ ഭാഷ മനസ്സിലാക്കും, ഞാൻ ഇത് പഠിച്ചെടുക്കും, PSC പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളിൽ ഇംഗ്ലീഷിൽ നിന്നുള്ള മുഴുവൻ മാർക്ക് ഞാൻ വാങ്ങിക്കുമെന്ന് മനസ്സിലങ്ങ് ഉറപ്പിച്ച് മുന്നേറുക. റെഫറൽ കോഡ് അപ്പോൾ മറന്നു പോകരുത്. അപ്പൊ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാൻ സമയമായി. ഇനിയും ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. LINTUYT എന്ന റെഫറൽ കോഡ് ഓർത്ത് വെക്കുക. LINTUYT എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 10% ഡിസ്കൗണ്ടോട് കൂടി അൺഅക്കാഡമി ഓഫർ ചെയ്യുന്ന PSCക്ക് വേണ്ടിയിട്ടുള്ള, PSC പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള, ഇംഗ്ലീഷ് ഭാഷ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഗ്രാമർ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു കോഴ്സ് നിങ്ങൾ സ്വന്തമാക്കുക. LINTUYT എന്ന കോഡ് മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോ എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. ഒപ്പം നന്നായി പ്രിപ്പയർ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ് ടുഗെദർ.